എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ACCA FAയുടെ ഒരു എക്സാം അറ്റൻഡ് ചെയ്താലോ? മനസ്സിലായില്ലല്ലേ? നിങ്ങൾ ACCA എക്സാം എങ്ങനെയാണോ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, FA എക്സാം എങ്ങനെയാണോ എക്സാം ഹാളിൽ പോയിട്ട് റിയൽ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, ആ ഒരു സെയിം മോഡലിൽ ഇന്ന് നമ്മൾ ACCA FAയുടെ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ACCAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള ഒരു FAയുടെ സ്പെസിമൻ എക്സാം ആണ്. അതിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഐ എം അഞ്ജലി പീറ്റർ, വെൽക്കം ടു എൻട്രി കൊമേഴ്സ് പ്രോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ FAയുടെ ഒരു മോക്ക് എക്സാം ആണ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ACCA സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം ACCA റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് യൂസ്ഫുൾ കണ്ടൻറ്റ്സ് നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട്. അതുപോലെ ACCA എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മോക്ക് എക്സാമിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ACCA FA സ്പെസിമെൻ എക്സാം എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ FA CB ആൻഡ് പേപ്പർ സ്പെസിമെൻ എക്സാമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ സ്പെസിമെൻ എക്സാമിൻ്റെ ആ പോർട്ടലിലേക്ക് പോകുന്നുണ്ടായിരിക്കും. അവിടെ നമുക്ക് ഈ CB സ്പെസിമെൻ എക്സാം ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് റോൾ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇതിൽ 1 സെപ്റ്റംബർ 2025 അണ്ടറിൽ ACCA ക്വാളിഫിക്കേഷൻ 2025 അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ ലെവൽ, നമുക്കിപ്പോൾ FAൻ്റെ എക്സാമാണ്. അപ്പോൾ BTMA FA എക്സാം ഫണ്ടമെൻ്റൽ ലെവൽ നോളജ് ആ ഒരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഇവിടെ BTMA FA 3 പേപ്പറിൻ്റെയും സ്പെസിമെൻ എക്സാം അവൈലബിൾ ആണ്. അതിലിപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് FA ഫുൾ എക്സാം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ ആക്ച്വലി നിങ്ങളുടെ FA എക്സാമിൻ്റെ ഒരു മോക്ക് പോർട്ടലിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം ACCA FA എക്സാം നമുക്ക് 2 hours ആണ് ടൈം വരുന്നത്. പാസ് മാർക്ക് വരുന്നത് 50% ആണ്. സെക്ഷൻ A, സെക്ഷൻ B എന്നിങ്ങനെ 2 സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ Aയിൽ നിങ്ങൾക്ക് 35 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വീതം, അങ്ങനെ 70 മാർക്കിനാണ് നമ്മുടെ സെക്ഷൻ A വരുന്നത്. ഇനി Bയിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഒരു ക്വസ്റ്റിന് 15 മാർക്കായിരിക്കും. അതിൽ തന്നെ നമുക്ക് സബ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ടായിരിക്കും. അങ്ങനെ 30 മാർക്സിനാണ് സെക്ഷൻ B വരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ജസ്റ്റ് റീഡ് ചെയ്യുക. റീഡ് ചെയ്ത ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആ ഒരു എക്സാം പോർട്ടലിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് അടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു റെഡ് ബട്ടൺ ഉണ്ട്. അതുപോലെ പ്രീവിയസ് ഓപ്ഷൻ ഉണ്ട് ബാക്ക് പോകാനായിട്ട്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടും അത് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, ടഫ് ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത് നോക്കണമെങ്കിൽ ഫ്ലാഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ പ്രോഗ്രസ് അറിയാനുള്ള ഓപ്ഷനുണ്ട്, ടൈമുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു എക്സാം പോർട്ടലിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് ആ ഇൻസ്ട്രക്ഷൻസ് ജസ്റ്റ് ക്ലിയർ ആയിട്ടൊന്ന് റീഡ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലിൽ കാണാൻ പറ്റും. നമുക്ക് സെക്ഷൻ Aയിൽ ക്വസ്റ്റ്യൻ 1 ആണ്. അതിന് 2 മാർക്സ് ആണ് വരുന്നത്. നമ്മുടെ എത്ര ടൈം റിമൈനിങ് ഉണ്ട് അതവിടെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. എക്സാമിന് റിയൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ടൈം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടൈമിൽ എക്സാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ ടെസ്റ്റ് പ്രോഗ്രസ്, നിങ്ങൾ ആ ഒരു എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഫ്ലാഗ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓരോ ക്വസ്റ്റ്യൻസും റീഡ് ചെയ്ത് തന്നെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് കാൽക്കുലേറ്റ് ഈ സോൾ ട്രേഡേഴ്സ് പ്രോഫിറ്റ് ഫോർ എ പീരിയഡ്? ഇതിൽ ഏതാണ് ഒരു സോൾ ട്രേഡർ ബിസിനസ്സിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കറക്റ്റ് ഇക്വേഷൻ എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് ഓപ്ഷൻസിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓപ്ഷൻസിലുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് നെറ്റ് അസെറ്റ്, ഡ്രോവിങ്സ്, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്, ഓപ്പണിംഗ് നെറ്റ് അസെറ്റ്, ഇത്രയുമാണ്. ഇത് നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതിൽ ഏത് ഇക്വേഷൻ ആണെന്ന് കറക്റ്റായിട്ട്. എന്താണ് ഈ നെറ്റ് അസെറ്റ് എന്ന് പറയുന്നത്? നെറ്റ് അസെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ അസെറ്റിൽ നിന്നും ടോട്ടൽ ലയബിലിറ്റീസ് കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നെറ്റ് അസെറ്റ് എന്ന് വിളിക്കുക. അതായത് എന്ത് തന്നെയാണ്, നമ്മുടെ ക്യാപിറ്റൽ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നെറ്റ് അസെറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? എങ്ങനെയാണ് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക? ക്ലോസിംഗ് ക്യാപിറ്റൽ ഞാൻ പറഞ്ഞു, എന്താണ് ക്യാപിറ്റൽ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നെറ്റ് അസെറ്റ് തന്നെയാണ്. സോ ക്ലോസിംഗ് നെറ്റ് അസെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓപ്പണിംഗ് നെറ്റ് അസെറ്റിൻ്റെ കൂടെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ആഡ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്ത് ഡ്രോവിങ്സ് കുറയ്ക്കുന്നതാണെന്ത്? നമ്മുടെ ക്ലോസിംഗ് നെറ്റ് അസെറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട ഇക്വേഷൻ എന്തിൻ്റെയാണ്? പ്രോഫിറ്റിൻ്റെയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോഫിറ്റ് ഈക്വൽ ടു
ഇക്വേഷൻ ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുവരിക ബാക്കിയുള്ള ഐറ്റത്തിന്. അപ്പോൾ ക്ലോസിങ് നെറ്റ് അസറ്റ്, ഓപ്പണിംഗ് നെറ്റ് അസറ്റ് ഇക്വേഷൻ ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ് ആകുന്നു. മൈനസ് ഓപ്പണിംഗ് നെറ്റ് അസറ്റ് മൈനസ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ, ദെൻ ഡ്രോവിങ്സ് മൈനസ് ആയിരുന്നു, ഇക്വേഷൻ ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോസിറ്റീവ് ആകും. അപ്പോൾ ഡ്രോവിങ്സ് ഈക്വൽ ടു പ്രോഫിറ്റ് എന്നാകും. അപ്പോൾ ക്ലോസിംഗ് നെറ്റ് അസറ്റിൽ നിന്ന് ഓപ്പണിംഗ് നെറ്റ് അസറ്റ് കുറച്ച് അതിൽ നിന്ന് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡും ലെസ് ചെയ്ത് ഡ്രോവിങ്സ് ആഡ് ചെയ്യുന്നതാണ് എന്ത് പ്രോഫിറ്റിൻ്റെ കറക്റ്റ് ഇക്വേഷൻ വരുന്നത്. സോ ഏതായിരിക്കും നമ്മുടെ ആൻസർ വരിക? ആൻസർ എന്താണ്? നമ്മുടെ ക്ലോസിംഗ് നെറ്റ് അസറ്റിൻ്റെ കൂടെ ഡ്രോവിങ്സ് എന്താണ് ആഡ് ചെയ്യുകയാണോ ലെസ് ചെയ്യുകയാണോ? ഡ്രോവിങ്സ് നമ്മൾ എന്താണ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡ്രോവിങ്സ് ആഡ് ചെയ്യുന്നു. ഓപ്പണിംഗ് നെറ്റ് അസറ്റും ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡും എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു. സോ ഏതാണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്? സെക്കൻഡ് ആണ്. ക്ലോസിംഗ് നെറ്റ് അസറ്റ് പ്ലസ് ഡ്രോവിങ്സ് മൈനസ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് മൈനസ് ഓപ്പണിംഗ് നെറ്റ് അസറ്റ് ആണ് എന്ത് വരുന്നത്? നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് എക്സ്പ്ലെയിൻ ദ ഇംപ്രസ് സിസ്റ്റം ഓഫ് ഓപ്പറേറ്റിംഗ് പെറ്റി ക്യാഷ്? ഇതിൽ ഏതാണ് ഇംപ്രസ് സിസ്റ്റം അല്ലെങ്കിൽ പെറ്റി ക്യാഷിലെ ഇംപ്രസ് സിസ്റ്റം കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ എന്താ പെറ്റി ക്യാഷ് എന്ന് പറയുന്നത്? നമ്മുടെ ബിസിനസ്സിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ എക്സ്പെൻസുകൾ ഉണ്ടാകും. സ്റ്റേഷനറി എക്സ്പെൻസ് അല്ലെങ്കിൽ ടീ എക്സ്പെൻസ്, അങ്ങനെ ചെറിയ ചെറിയ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഒരു എമൗണ്ട് പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞ് മാറ്റി പെറ്റി ക്യാഷിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടാകും. അതാണ് പെറ്റി ക്യാഷ്. ഇനി എന്താ ഇംപ്രസ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് വരുന്നത്? ഇംപ്രസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു മന്ത് ഓപ്പണിംഗ് ചെയ്യുമ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് പെറ്റി ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു $100 എന്തായിട്ട് കൊടുക്കുന്നു? ചെയ്യുമ്പോൾ ഒരു $100 ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെറ്റി ക്യാഷ് എക്സ്പെൻസിന് വേണ്ടി മാറ്റി വയ്ക്കുന്നു. ദെൻ ആ ഒരു മന്തിൽ $50 എന്തായി? നമ്മൾ ഈ ഒരു പെറ്റി ക്യാഷിൽ നിന്ന് എടുത്ത് സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു മന്ത് ക്ലോസ് ആകുമ്പോൾ നമുക്ക് ബാലൻസ് എത്ര ഉണ്ടായിരിക്കും? $50 ഉണ്ടായിരിക്കും. ദെൻ ഈ ഒരു പെറ്റി ക്യാഷിലേക്ക് എത്ര എമൗണ്ട് ആണോ എക്സ്പെൻഡിച്ചറായിട്ട് സ്പെൻഡ് ചെയ്ത് ആ സെയിം എമൗണ്ട് തന്നെയായിരിക്കും റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ $50 തന്നെ റീഇംബേഴ്സ് ചെയ്യുന്നു. അപ്പോൾ ബാലൻസ് എന്തായി? നെക്സ്റ്റ് മന്ത് ഓപ്പണിംഗ് വരുമ്പോൾ ബാലൻസ് $100 തന്നെ. അതായത് എല്ലാ മന്ത് ഓപ്പണിങ്ങിലും എല്ലാ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരു ഫിക്സഡ് ഫ്ലോട്ട് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ബാലൻസ് എന്നുണ്ടാകും നമ്മുടെ പെറ്റി ക്യാഷിലുണ്ടായിരിക്കും. എത്ര എമൗണ്ട് ആണ് എക്സ്പെൻഡിച്ചറായിട്ട് നമ്മൾ പോകുന്നത് ആ ഒരു സെയിം എമൗണ്ട് തന്നെ ഈ പെറ്റി ക്യാഷിലേക്ക് റീഇംബേഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് എന്ത് നമ്മുടെ ഇംപ്രസ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് വരുന്നത്. സോ ഏതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ? വീക്ക്ലി എക്സ്പെൻഡിച്ചർ കനോട്ട് എക്സീഡ് എ സെറ്റ് എമൗണ്ട്. ഇല്ല, കറക്റ്റായിട്ട് ഇത്ര എമൗണ്ട് നമുക്ക് എക്സ്പെൻഡിച്ചർ അങ്ങനെയൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് അല്ല. സെക്കൻഡ് എന്താണ്? ദ എക്സാക്ട് എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് റീഇംബേഴ്സ് അറ്റ് ഇൻറ്റർവൽസ് ടു മെയിൻറ്റെയിൻ എ ഫിക്സഡ് ഫ്ലോട്ട്. യെസ്, നമ്മൾ കറക്റ്റ് എത്ര എമൗണ്ട് ആണോ എക്സ്പെൻഡിച്ചർ ആയത് ആ സെയിം എമൗണ്ട് ആണ് പെറ്റി ക്യാഷിലേക്ക് റീഇംബേഴ്സ് ചെയ്യുന്നത്. എപ്പോഴും ഒരു ഫിക്സഡ് ഫ്ലോട്ട് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും നമ്മൾ ബാലൻസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. The next option, all expenditure out of petty cash must be properly authorized. ഇല്ല, പ്രോപ്പർ ഓതറൈസേഷൻ വേണമെന്നില്ല. കാരണം നമുക്ക് ഈ പെറ്റി ക്യാഷ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ എക്സ്പെൻസുകളാണ്. അതിനെല്ലാത്തിനും നമ്മൾ അപ്രൂവൽ എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ടൈം വേസ്റ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ആ പെറ്റി ക്യാഷ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ അവിടെ കൊണ്ടുവരുന്നത്. ദെൻ നെക്സ്റ്റ്, റെഗുലർ ഈക്വൽ എമൗണ്ട് ഓഫ് ക്യാഷ് ആർ ട്രാൻസ്ഫേർഡ് ഇൻ ടു പെറ്റി ക്യാഷ് ഇറ്റ് ഇൻ്റർവെൽ. എല്ലാ ഇൻ്റർവെൽസിലും സെയിം എമൗണ്ട് അല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്. എത്രയാണോ എക്സ്പെൻഡിച്ചർ വന്നത് ആ ഒരു സെയിം എമൗണ്ട് ആണ് എന്ത് ചെയ്യുക? എക്സ്പെൻഡിച്ചർ വന്ന എമൗണ്ട് ആണ് ആക്ച്വലി പെറ്റി ക്യാഷ് ഫ്ലോട്ടിലേക്ക് റീഇംബേഴ്സ് ചെയ്യുക. സോ എന്താണ്? ഓപ്ഷൻ 2 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. പക്ഷേ നിങ്ങൾ എക്സാമിൻ്റെ കേസിൽ ആ ഒരു ടൈം ഒന്ന് നോട്ട് ചെയ്തേക്കുക. കാരണം നമുക്ക് ഇപ്പോൾ ടോട്ടൽ നമുക്ക് 2 hours എക്സാം വരുന്നത്. 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു 120 minutes ആയിരിക്കും ടൈം വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു മാർക്കിന് നമുക്ക് എടുക്കാവുന്ന മാക്സിമം ടൈം എന്ന് പറയുന്നത് ഒരു 1.2 minutes ആണ്. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 2 minutes അല്ലെങ്കിൽ 2.5 minutes ഒക്കെയായിരുന്നു നമുക്ക് മാക്സിമം എടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ ആ ഒരു ടൈം കൂടി നിങ്ങൾ വെച്ചിട്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ അബൌട്ട് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസ്? അപ്പോൾ ഇതിൽ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആയിട്ട് കണക്ട് ചെയ്ത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ദ കമ്പനി എക്സ്പോഷർ ടു ഡെപ്റ്റ് ആൻഡ് ലയബിലിറ്റി ഈസ് ലിമിറ്റഡ്.
ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയുടെ കേസിൽ കമ്പനിയുടെ ലയബിലിറ്റി ആണോ ലിമിറ്റഡ്? അല്ല, ആരുടെയാണ്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി ആണ് ലിമിറ്റഡ്. കമ്പനിയുടെ ലയബിലിറ്റി അല്ല, കമ്പനിയുടെ ഡെപ്റ്റിനല്ല ലിമിറ്റഡ് ലയബിലിറ്റി വരുന്നത്. ഓണേഴ്സിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനാണ് എന്ത് ലിമിറ്റഡ് ലയബിലിറ്റി, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ മാത്രമേ അവർക്ക് ലയബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. വേറെ എക്സ്റ്റേണൽ ഡെപ്റ്റിനൊന്നും അവർക്ക്, കമ്പനിയുടെ ഡെപ്റ്റിനൊന്നും ഓണേഴ്സ് ലയബിൾ അല്ല. അല്ലാതെ കമ്പനിക്ക് എന്തില്ല, കമ്പനിയുടെ ലയബിലിറ്റി ഒന്നും ലിമിറ്റഡ് അല്ല, ഓണേഴ്സിൻ്റെ ലയബിലിറ്റിയാണ് ലിമിറ്റഡ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി പ്രൊഡ്യൂസ്. ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസിൻ്റെ കേസിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതും പബ്ലിഷ് ചെയ്യേണ്ടതൊക്കെ കമ്പൽസറി ആണ്. Then a company continues to exist regardless of the identity of its owners. അപ്പോൾ ഓണേഴ്സ് മാറിയാലും അല്ലെങ്കിൽ ഓണേഴ്സിന് എന്ത് സംഭവിച്ചാലും കമ്പനിയുടെ കണ്ടിന്യൂറ്റി അത് എഫക്റ്റ് ചെയ്യുന്നില്ല. കമ്പനി എന്ന് പറയുമ്പോൾ ഒരു സെപ്പറേറ്റ് പേഴ്സൺ, ആർട്ടിഫിഷ്യലി ഇൻകോപ്പറേറ്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് പേഴ്സൺ ആണ്. സോ തേർഡ് ഓപ്ഷനും കറക്റ്റ് ആണ്. സോ ഏതായിരിക്കും ആൻസർ വരുന്നത്? 2 and 3 ഓൺലി ആയിരിക്കും നമുക്ക് എന്ത് വരാം ആൻസർ വരുന്നത്. ഇപ്പോൾ ഒരു മോക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്കിൻ്റെ അവിടെ ചെറിയൊരു ഗ്രീൻ ടിക്ക് കാണാനായിട്ട് പറ്റും. പ്രോപ്പർ എക്സാമിൽ അത് ഉണ്ടാവില്ല. ഇവിടെ നിങ്ങൾക്ക് സ്പെസിമെൻ എക്സാം ആയതുകൊണ്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് ഇവിടെ തന്നെ അറിയാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. ആനി ഈസ് എ സോൾ ട്രേഡർ ഹു ഡസ് നോട്ട് കീപ് ഫുൾ അക്കൗണ്ടിംഗ് റെക്കോർഡ്. ദ ഫോളോവിംഗ് ഡീറ്റെയിൽസ് റിലേറ്റിംഗ് ടു ഹർ ട്രാൻസാക്ഷൻ വിത്ത് ക്രെഡിറ്റ് കസ്റ്റമേഴ്സ് ആൻഡ് സപ്ലയേഴ്സ് ഫോർ ദ ഇയർ എൻറ്റഡ് 30th June 2026. അപ്പോൾ ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിലെന്താണ്, ഒരു സോൾ ട്രേഡർ അയാളുടെ ഫുൾ അക്കൗണ്ട്സ് ഒന്നും കീപ്പ് ചെയ്യാറില്ല, പക്ഷേ അയാളുടെ ക്രെഡിറ്റ് കസ്റ്റമേഴ്സും സപ്ലയേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ട്രേഡ് റിസീവബിൾസ്, ട്രേഡ് പേയബിൾസിൻ്റെയും ഓപ്പണിങ്ങും ക്ലോസിങ്ങും കുറച്ച് ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ഇനി ഫസ്റ്റ് എന്ത് നോക്കുക, ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ റിക്വയർമെൻറ്റ് എവിടെ അറിയാൻ പറ്റുക? ക്വസ്റ്റ്യനിലെ ഏറ്റവും ലാസ്റ്റ് സെൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ലാസ്റ്റ് സെൻറ്റൻസ് ഫസ്റ്റ് നോക്കുക. വാട്ട് ഫിഗർ ഷുഡ് അപ്പിയേഴ്സ് ഇൻ ആനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ എൻറ്റഡ് 30th June 2026 ഫോർ പർച്ചേസ്. അപ്പോൾ ആക്ച്വലി ക്വസ്റ്റ്യൻ എന്താണ്, ഇതിൽ നിന്നും ആനിയുടെ ഈ ഒരു ഇയറിലെ പർച്ചേസ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ട്രേഡ് പേയബിൾസിൻ്റെയും റിസീവബിൾസിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതുപോലെ ക്യാഷ് റിസീവ്ഡ് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും? ഏത് അക്കൗണ്ടിലായിരിക്കും? നമുക്കിവിടെ 2 അക്കൗണ്ടിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ബാലൻസും തന്നിട്ടുണ്ട്, ട്രേഡ് റിസീവബിൾസിൻ്റെയും ട്രേഡ് പേയബിൾസിൻ്റെയും. ഇതിൽ ഏത് അക്കൗണ്ടിലായിരിക്കും പർച്ചേസിൻ്റെ എമൗണ്ട് കാണാൻ ചാൻസ് ഉള്ളത്? ഏത് അക്കൗണ്ടിലായിരിക്കും നമ്മുടെ പർച്ചേസിൻ്റെ ഫിഗർ കാണാൻ ചാൻസ് ഉള്ളത്? ഇതിലാണ്, ട്രേഡ് പേയബിൾസിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ട്രേഡ് പേയബിൾ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. നമ്മുടെ ട്രേഡ് പേയബിൾ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഓക്കെ, ട്രേഡ് പേയബിൾ അക്കൗണ്ട് നമുക്കറിയാം ഇത് എന്ത് അക്കൗണ്ടാണ്, ഒരു അസറ്റ് അക്കൗണ്ടാണ്, ലയബിലിറ്റി അക്കൗണ്ടാണ്. ട്രേഡ് പേയബിൾ എന്ന് പറയുന്നത് ഒരു കറൻറ്റ് ലയബിലിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ ഒരു ഓപ്പണിംഗ് ബാലൻസ് എവിടെയായിരിക്കും വരിക? ക്രെഡിറ്റ് സൈഡിലായിരിക്കും, ലയബിലിറ്റി അക്കൗണ്ടാണ്. ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് BD നമുക്ക് എവിടെയായിരിക്കും? ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരിക. എത്രയാണ്? ഒരു 1,30,000 ആണ് വരുന്നത്. ഇത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു 1,30,000 നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്ത് ഐറ്റമാണ് ഉള്ളത്? നെക്സ്റ്റ് ട്രേഡ് പേയബിൾസിൻ്റെ ബാലൻസ് 60,000 ആണ്. അത് റിസീവബിൾസിൻ്റെ ആയിരുന്നു. റിസീവബിൾസിൻ്റെ എടുക്കേണ്ട, കാരണം പർച്ചേസ് റിസീവബിൾ അക്കൗണ്ടായിട്ട് കണക്റ്റഡ് അല്ല. സോ 60,000 ആണ്. 60,000 ആണ് ഓപ്പണിംഗ് ബാലൻസ്. ആ ഒരു 60,000 കാണിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്യാഷ് റിസീവ് ഫ്രം കസ്റ്റമേഴ്സ്. പർച്ചേസുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ട്രേഡ് പേയബിൾസുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? സെയിൽസ് നടത്തുമ്പോഴാണ്. അത് ഏത് അക്കൗണ്ടിലാണ് വരിക? ട്രേഡ് റിസീവബിൾസ് അക്കൗണ്ടിലാണ്. അത് എവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ട്രേഡ് പേയബിൾ അക്കൗണ്ടിൽ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് നമ്മൾ പർച്ചേസ് നടത്തിയതിൽ സപ്ലയേഴ്സിന് പേ ചെയ്തിരിക്കുന്നത് എത്രയാണ്? 3,02,800 ആണെന്ത് നമ്മൾ ക്യാഷ് പേ ടു സപ്ലയേഴ്സ് വരുന്നത്. സപ്ലയേഴ്സിന് പേ ചെയ്തിരിക്കുന്നത്. സപ്ലയേഴ്സിന് പേ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ആ ഒരു പേ ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു ലയബിലിറ്റി കുറയാണ്. ലയബിലിറ്റിയിൽ ഡിക്രീസ് വരുമ്പോൾ നമുക്കത് എന്ത് ചെയ്യാം? ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു എമൗണ്ട് ക്യാഷ് പേ ടു സപ്ലയേഴ്സ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. 3,02,800 നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ
ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഒരു 2960 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ളതിൽ ഒരു 2960 നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നു. ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ നമ്മൾ പേ ചെയ്യാനുള്ള ബാലൻസ് കുറയുകയാണ്, ലയബിലിറ്റി കുറയുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ലയബിലിറ്റി അക്കൗണ്ടിൽ ഡിക്രീസ് വന്നു, ഡെബിറ്റ് ചെയ്യാം. ഡിസ്കൗണ്ട് റിസീവ്ഡ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. And then next, contra between trade payables and trade receivables 2000. എന്താ കോൺട്രാ ബിറ്റ്വീൻ ട്രേഡ് പേയബിൾസ് ആൻഡ് ട്രേഡ് റിസീവബിൾസ്? നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ടും കിട്ടാനുള്ള എമൗണ്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എന്താണ്, നമ്മുടെ ആ ഒരു പേയബിൾ ബാലൻസ്, കൊടുക്കാനുള്ള ബാലൻസ് ഒരു 2000 കുറയുന്നു. അപ്പോൾ കോൺട്രാ വന്നു, ഒരു 2000 കുറഞ്ഞു, പേയബിൾസിലെ ഡിക്രീസ് വന്നു, നമുക്കത് എന്ത് ചെയ്യാം, ഡെബിറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് എന്ത് തന്നിട്ടുണ്ട്, റിസീവബിൾസിൻ്റെ ബാലൻസ് എടുക്കേണ്ട, കാരണം ഇത് ട്രേഡ് പേയബിൾ അക്കൗണ്ട് ആണ്. ദെൻ ട്രേഡ് പേയബിൾ അക്കൗണ്ടിൻ്റെ ബാലൻസ് എത്രയാണ്, ക്ലോസിംഗ് ബാലൻസ് 84,000 ആണ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് എന്തായിരിക്കും നമ്മൾ ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ചെയ്തു. സോ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് ചെയ്യാം. എത്രയായിരിക്കും ക്രെഡിറ്റ് വരുന്നത്, ഒരു 84,000 നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി ഈ ഒരു അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡ് ഫസ്റ്റ് ടോട്ടൽ ചെയ്യുന്നു. ഡെബിറ്റ് സൈഡ് 302,800 പ്ലസ് 2960 പ്ലസ് 2000 പ്ലസ് 84,000. ഡെബിറ്റ് സൈഡ് ടോട്ടൽ ഒരു 3,91,760 വന്നു. അതിൽ നിന്ന് ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ഈ ഒരു ഓപ്പണിംഗ് ബാലൻസ് മാത്രമാണുള്ളത്, ആ ഒരു 60,000 ലെസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബാലൻസ് വരുന്നത് എത്രയാണ്, 3,31,760. ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ പർച്ചേസിൻ്റെ എമൗണ്ട് ആയിരിക്കും. എന്ത്, ഒരു 3,31,760. അതായത് നമ്മുടെ ബാലൻസിങ് ഫിഗർ എന്ന് വരുന്നത് എന്താണ്, നമ്മുടെ പർച്ചേസ് എമൗണ്ട് ആണ്. കാരണം ട്രേഡ് പേയബിൾസ് ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്, ട്രേഡ് പേയബിൾസിൽ ഇൻക്രീസ് വരുന്നത് ഇവിടെ പർച്ചേസ് നടക്കുമ്പോഴാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. സോ ബാലൻസിങ് ഫിഗർ എന്താണ്, പർച്ചേസ് ആണ്. സോ ഒരു ഓപ്ഷനിൽ ആ ഒരു ആൻസർ നമുക്ക് ടൈപ്പ് ചെയ്യാം, 3 lakh 3,31,760. ഓക്കെ, അപ്പോൾ ആൻസർ കറക്റ്റാണ്, ഗ്രീൻ ടിക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്, Kirk's opening balance on his trade payable general ledger account was $32,978. During the year, he made credit purchase of $178,509, returned goods back to the supplier totaling $4,945, and made payment to his supplier of $163,948. What amount should be recognized in the trade payable general ledger account at year end? അപ്പോൾ എന്താണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ട്രേഡ് പേയബിൾ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസും പർച്ചേസിൻ്റെ ഡീറ്റെയിൽസും സപ്ലയർക്ക് കൊടുത്ത എമൗണ്ടും റിട്ടേൺ ചെയ്തതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ട്രേഡ് പേയബിൾ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം വരച്ചതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ട്രേഡ് പേയബിൾ അക്കൗണ്ട് വരയ്ക്കുക, ബാലൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ട്രേഡ് പേയബിൾ അക്കൗണ്ട് വരയ്ക്കാം. ട്രേഡ് പേയബിൾ അക്കൗണ്ട്, ട്രേഡ് പേയബിൾ അക്കൗണ്ട് നമുക്ക് അറിയാം, ലയബിലിറ്റി ആണ്, ഓപ്പണിംഗ് ബാലൻസ് ചെയ്തായിരിക്കും, ക്രെഡിറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ് തന്നിരിക്കുന്നത്, ഓപ്പണിംഗ് ബാലൻസ് 32,978 ആണ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ്, ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരിക, ബാലൻസ് ബി ഡി. ദെൻ നെക്സ്റ്റ് എന്താ തന്നിരിക്കുന്നത്, ക്രെഡിറ്റ് പർച്ചേസ് തന്നിട്ടുണ്ട്. പർച്ചേസ് വരുമ്പോൾ എന്താ സംഭവിക്കുക, ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ നമ്മുടെ കൊടുക്കാനുള്ള ലയബിലിറ്റി പേയബിൾ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, നമുക്ക് ക്രെഡിറ്റ് ആയിരിക്കും വരുന്നത്. എമൗണ്ട് വരുന്നത് 178,509 ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കാനുള്ള ആ ഒരു ലയബിലിറ്റി കുറയാണ്, കാരണം ആ ഗുഡ്സ് തിരിച്ചു കൊടുത്തു, ഇനി അതിന് എമൗണ്ട് പേ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ലയബിലിറ്റി എത്ര കുറയുന്നു, റിട്ടേൺ ഗുഡ്സ് എത്രയാണ് വരുന്നത്, 4,945 ആണ്. അപ്പോൾ ഗുഡ്സ് റിട്ടേൺ ചെയ്തു 4,945.
നമുക്ക് ലയബിലിറ്റി കുറഞ്ഞു, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് എന്താ വരുന്നത്, പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, സപ്ലയർക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നു. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് ലയബിലിറ്റി കുറയുന്നു. ലയബിലിറ്റി കുറയുമ്പോൾ നമുക്കത് ഡെബിറ്റ് ചെയ്യാം. ഡെബിറ്റ് ചെയ്യുന്നത് 163,948 നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യുക, അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അക്കൗണ്ട് ബാലൻസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്ത് നോക്കാം. 32,978 പ്ലസ് പർച്ചേസ് 178,509. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 211,487 ആണ് വരുന്നത്. അതിൽ നിന്നും നമ്മുടെ ഗുഡ്സ് റിട്ടേൺ ചെയ്തത് 4,945 കുറയ്ക്കുന്നു. പേയ്മെൻറ്റ് ഒരു 163,948 കുറയ്ക്കുന്നു. ബാലൻസിങ് ഫിഗർ വരുന്നത് എത്രയായിരിക്കും, 42,594. ട്രേഡ് പേയബിൾ അക്കൗണ്ട് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും അറിയാം ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലായിരിക്കും വരാം. ക്ലോസിംഗ് ബാലൻസ് വരുന്നത് എത്രയാണ്, ക്ലോസിംഗ് ബാലൻസ് 42,594 ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ അതുണ്ട്, ലാസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, ആൻസർ കറക്റ്റ് ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. At 31st December 2025, the following requires inclusion in a company's financial statement. അപ്പോൾ 2025 31st ഡിസംബറിൽ എൻറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓൺ 1st January 2000. അപ്പോൾ ഡീറ്റെയിൽസ് വായിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫസ്റ്റ് റിക്വയർമെൻറ്റ് എന്താണെന്ന് റീഡ് ചെയ്യാം. കാരണം അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ക്ലിയർ ആകുക, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, for these items what total figure should be included in company statement of financial position at 31st December 2025. അപ്പോൾ നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ എത്ര എമൗണ്ട് കാണിക്കണം, അല്ലെങ്കിൽ എത്ര ആണ് നമ്മൾ കാണിക്കേണ്ടത്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഓപ്ഷൻ കണ്ടാൽ നമുക്കറിയേണ്ടത് എന്താണ്, നമ്മുടെ 4 ഓപ്ഷനും കറൻറ്റ് അസറ്റ്സിൻ്റെയും കറൻറ്റ് ലയബിലിറ്റീസിൻ്റെയും ടോട്ടലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഡീറ്റെയിൽസിൽ കറൻറ്റ് അസറ്റ്സ് എത്ര വരും, കറൻറ്റ് ലയബിലിറ്റീസിലേക്ക് എത്ര വരും, അതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, on 1st January 2025, company made a loan of $12,000 to an employee repayable on 1st January 2025. അപ്പോൾ 2025 സ്റ്റാർട്ടിങ്ങിൽ കമ്പനി എംപ്ലോയിക്ക് ഒരു ലോൺ കൊടുക്കുകയാണ്. കമ്പനി എംപ്ലോയിക്ക് ലോൺ കൊടുക്കുമ്പോൾ ഇതൊരു കറൻറ്റ് അസറ്റ് ആണോ കറൻറ്റ് ലയബിലിറ്റി ആണോ? കമ്പനി എംപ്ലോയിക്ക് ലോൺ കൊടുക്കുമ്പോൾ കമ്പനിയെ സംബന്ധിച്ച് ഇവിടെ നോർമലി ലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തിങ്ക് ചെയ്യുന്നത് എന്തെന്നായിരിക്കും, ലയബിലിറ്റി എന്നായിരിക്കും. പക്ഷേ ഇവിടെ എന്താണ്, കമ്പനിയാണ് ലോൺ കൊടുക്കുന്നത്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് എംപ്ലോയിക്ക് ഒരു ലോൺ കൊടുത്തു, എംപ്ലോയി നാളെ തിരിച്ചു തരാനുണ്ട്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് എന്താണ്, ഒരു ഡിപ്പോസിറ്റ് ഇട്ട പോലെയാണ്, അതായത് ഈ എമൗണ്ട് തിരിച്ചു കിട്ടാനുണ്ട്. കമ്പനിയെ സംബന്ധിച്ച് ഈ ലോൺ എന്ന് പറയുന്നത് എന്താണ്, കറൻറ്റ് അസറ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ ലോൺ നമുക്ക് എന്തിൻ്റെ അണ്ടറിലായിരിക്കും, കറൻറ്റ് അസറ്റിൻ്റെ അണ്ടറിലായിരിക്കും വരുന്നത്. എത്രയാണ് ലോൺ കൊടുത്തത്, 12,000 ആണ്. അതെന്നേ കിട്ടത്തുള്ളൂ തിരിച്ച് 1st January 2026. അപ്പോൾ 31st December 2025 നമ്മൾ അക്കൗണ്ട്സ് എൻഡ് ചെയ്യുന്ന ടൈമിൽ കമ്പനിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ലോൺ കൊടുത്തിട്ടുണ്ട്, തിരിച്ച് കിട്ടാനുണ്ട്, എമൗണ്ട് കിട്ടാനുള്ള എമൗണ്ടാണ്. കമ്പനിയെ സംബന്ധിച്ച് ഇത് എന്തായിരിക്കും, ഈ ഒരു 12,000 കറൻറ്റ് അസറ്റിലായിരിക്കും വരുന്നത്. ഇനി ഇത് കൂടാതെ എന്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചാർജിങ് ഇൻട്രസ്റ്റ് അറ്റ് 2% per year on the due date she repaid the loan and paid the all of the interest due on the loan to that date. ഇനി ഈ 12,000 ലോൺ കൊടുത്തപ്പോൾ അതിന് പെർ ഇയർ എത്ര ഇൻട്രസ്റ്റ് ഉണ്ട്, 2% ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ 2% എന്ന് പറയുമ്പോൾ എത്ര വരും, 12,000ൻ്റെ 2% ഒരു 240 നമുക്ക് എന്തുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ 31st ഡിസംബറിന് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടിയിട്ടുണ്ടോ കമ്പനിക്ക്, ഇല്ല. എംപ്ലോയി ലോൺ തിരിച്ചടയ്ക്കുന്നത് നെക്സ്റ്റ് ഇയറിലാണ്, നെക്സ്റ്റ് ഇയർ ഓപ്പണിങ്ങിലാണ്. അപ്പോൾ 31st ഡിസംബറിന് നമ്മൾ അക്കൗണ്ട്സ് എൻഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടിയിട്ടില്ല. സോ ഇതെന്താണ്, അക്രൂഡ് ഇൻട്രസ്റ്റ് ആണ്. അക്രൂഡ് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടാനുള്ളൊരു ഇൻകമാണ്. സോ ഇതെന്തായിരിക്കും, കറൻറ്റ് അസറ്റ് ആയിരിക്കും, നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് ആണ്. അക്രൂഡ് ഇൻട്രസ്റ്റും നമുക്ക് എന്തിൽ ഇൻക്ലൂഡ് ചെയ്യാം, കറൻറ്റ് അസറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് എന്താണ്, കമ്പനി പെയ്ഡ് ആൻ ആനുവൽ ഇൻഷുറൻസ് പ്രീമിയം ഓഫ് $9,000 in 2025 കവറിംഗ് 12 months to 31st August 2026. ഇനി കമ്പനി എന്ത് ചെയ്യാണ്, ഒരു ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുകയാണ്. 1 ഇയറിൽ ഒരു ഇൻഷുറൻസ് പ്രീമിയം $9,000 എന്ന് വരെയുള്ള ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുന്നത്.
31 ഓഗസ്റ്റ് 26 വരെയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡിസംബർ 25 ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ അതുവരെയുള്ളതാണ് കറൻറ്റ് പീരിയഡിൽ വരുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് ഇയർ ജാനുവരി 26 മുതൽ ഓഗസ്റ്റ് 26 വരെയുള്ള ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് ഇയറിലെ ഇൻഷുറൻസ് നമ്മൾ നേരത്തെ പേ ചെയ്യുന്നതാണ്. അതിൻ്റെ പേര് വിളിക്കും എന്തായിരുന്നു? പ്രീപെയ്ഡ് ഇൻഷുറൻസ്. നമ്മൾ നെക്സ്റ്റ് ഇയറിലെ ഇൻഷുറൻസ് ഈ വർഷം ഡിസംബറിൽ നമ്മൾ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുമ്പോൾ അടുത്ത വർഷത്തെ ഇൻഷുറൻസ് പ്രീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ്. ഇതും എന്താണ്? ഒരു കറൻറ്റ് അസറ്റാണ്. നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്നതാണ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ്. ഇവിടെ പ്രീപെയ്ഡ് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് എത്രയായിരിക്കും വരുന്നത്? ടോട്ടൽ നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തിരിക്കുന്നത് 9,000 ആണ്. 9,000 12 മന്ത്സ്ലി ആണ്. ഇതിൽ നെക്സ്റ്റ് ഇയറിലേക്ക് പേ ചെയ്തിരിക്കുന്നത് എത്ര മന്ത്സിലാണ്? ജാൻ ടു ഓഗസ്റ്റ്, ഒരു 8 മന്ത്സിൻ്റെ ഇൻഷുറൻസ് ആണ് നമ്മൾ പ്രീ പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി കറൻറ്റ് ഇയറിൽ തന്നെയാണ്. സോ 9,000 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 12, 8 മന്ത്സിലേക്ക് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിരിക്കുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 6,000 ആണ്. അപ്പോൾ 6,000 പ്രീപെയ്ഡ് ഇൻഷുറൻസും എന്തിൽ വന്നു? കറൻറ്റ് അസറ്റിൽ വന്നു. ദെൻ നെക്സ്റ്റ് എന്താണ്? ജാനുവരി 2026 the company received rent from a tenant of $4,000 covering the 6 months to 31st December 2025. ഇനി ഈ ഒരു കമ്പനിക്ക് ജാനുവരി 26 അതായത് അടുത്ത വർഷം എന്ത് കിട്ടും? ഒരു റെൻറ്റ് കിട്ടും. ഏത് ഇയറിൽ? കറൻറ്റ് ഇയറിൽ. അതായത് ഡിസംബർ 25 എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റെൻറ്റ് കിട്ടാനുണ്ടായിരുന്നു, ഒരു 4,000 റെൻറ്റ് കിട്ടാനുണ്ടായിരുന്നു. ഈ ഒരു വർഷത്തെ തന്നെയാണ്. പക്ഷെ അത് കിട്ടുന്നില്ല, അടുത്ത വർഷമേ കിട്ടത്തുള്ളൂ. സോ ഇതെന്താണ്? നമുക്ക് കിട്ടാനുള്ള ഒരു ഇൻകമാണ്, ഡ്യൂ ആയതാണ്, അക്രൂഡ് റെൻ്റ് ആണ്. അപ്പോൾ അക്രൂഡ് റെൻറ്റും നമുക്ക് എന്താണ്? ഇൻകം ഡ്യൂ ആയി പക്ഷെ കിട്ടിയില്ല. സോ ഇതും എന്താണ്? കറൻറ്റ് അസറ്റ് ആണ്. നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് ആണ്. ഇപ്പോൾ റിസീവ് ചെയ്തിട്ടില്ല, നെക്സ്റ്റ് ഇയർ കിട്ടും. സോ ഇതെല്ലാം നമുക്ക് എന്തിൽ വരുന്നുണ്ട്? കറൻറ്റ് അസറ്റ്സിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ടത് കറൻറ്റ് അസറ്റ്സിൻ്റെയും കറൻറ്റ് ലയബിലിറ്റീസിലും വരുന്ന ടോട്ടലാണ്. അപ്പോൾ കറൻറ്റ് അസറ്റ്സിൻ്റെ ടോട്ടൽ നോക്കാം. 12,000 പ്ലസ് 240 പ്ലസ് 6,000 പ്ലസ് 4,000 എത്രയാണ്? 22,240 കറൻറ്റ് അസറ്റ്സിൽ വരും. കറൻറ്റ് ലയബിലിറ്റീസിൽ ഒന്നും വന്നില്ല, 0 ആണ് വരുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കറൻറ്റ് അസറ്റിൽ 22,240 കറൻറ്റ് ലയബിലിറ്റീസിൽ നില്ലും ആണെന്ത് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. എ കമ്പനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ എൻറ്റഡ് 31st December 25 ഷോഡ് എ പ്രോഫിറ്റ് ഫോർ ദ ഇയർ 83,600. അപ്പോൾ ഒരു കമ്പനിയിൽ കറൻറ്റ് ഇയറിലെ പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ P&L പ്രോഫിറ്റ് എത്രയാണ്? 83,600 ആണ്. ദെൻ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? വാട്ട് വുഡ് ബി ദ പ്രോഫിറ്റ് ഫോർ ദ ഇയർ ബി ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ഫോർ ദിസ് എറർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രോഫിറ്റിൽ എന്തുണ്ട്? കുറച്ച് എറേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് ശേഷമുള്ള പ്രോഫിറ്റാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോഫിറ്റ് എത്രയാണ് വരുന്നത്? ഫസ്റ്റ് നമുക്ക് ഈ ഒരു കമ്പനിയുടെ P&L പ്രകാരമുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 83,600 ആണ്. P&L പ്രകാരം നമ്മുടെ പ്രോഫിറ്റ് വരുന്നത് $83,600. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നത്? ഇറ്റ് വാസ് ലേറ്റർ ഫൗണ്ട് ദാറ്റ് $18,000 പെയ്ഡ് ഫോർ ദ പർച്ചേസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ ഹാഡ് ബീൻ ഡെബിറ്റഡ് ടു ദ മോട്ടോർ എക്സ്പെൻസ് അക്കൗണ്ട്. ഇനി നമ്മളൊരു മോട്ടോർ വെഹിക്കിൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതെന്താണ്? ഒരു അസറ്റാണ് അല്ലേ? അത് അസറ്റ് നമ്മൾ P&L ആണോ കാണിക്കാറ്? ഇല്ല. പക്ഷേ ഇവിടെ അത് ഏത് അക്കൗണ്ടിൽ കൊണ്ട് ഡെബിറ്റ് ചെയ്തു? മോട്ടോർ എക്സ്പെൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഇതെന്തായി? നമ്മുടെ എക്സ്പെൻസ് കാറ്റഗറിയിലേക്ക് വന്നു. P&L ഇതൊരു എക്സ്പെൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 18,000 ആക്ച്വലി ഒരു എക്സ്പെൻസ് അല്ലായിരുന്നു, ഇത് അസറ്റിലേക്ക് പോകേണ്ട ഒരു എമൗണ്ട് ആയിരുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്തപ്പോൾ അക്കൗണ്ട് മാറി ഇത് എക്സ്പെൻസിൽ റെക്കോർഡ് ചെയ്തു. എക്സ്പെൻസിൽ റെക്കോർഡ് ചെയ്താൽ P&L ഇതൊരു എക്സ്പെൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റിൽ എന്ത് സംഭവിക്കും? എക്സ്പെൻസ് ഒരു 18,000 നമ്മൾ കൂട്ടി കാണിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് കൂടുന്തോറും പ്രോഫിറ്റ് കുറയല്ലേ? അപ്പോൾ നമ്മുടെ പ്രോഫിറ്റിൽ എന്ത് സംഭവിച്ചു? ഒരു 18,000 ആക്ച്വലി കുറഞ്ഞിരിക്കുകയാണ്. ആക്ച്വലി നമുക്ക് പ്രോഫിറ്റ് ഒരു 18,000 ഉണ്ട്, പക്ഷേ നമ്മൾ അറിയാതെ ഒരു എക്സ്പെൻസ് ചാർജ് ചെയ്തു, അങ്ങനെ പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പോൾ ഈ പ്രോഫിറ്റ് കുറഞ്ഞത് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമുക്ക് വേണ്ടാത്തൊരു എക്സ്പെൻസ് നമ്മൾ കുറച്ചത് ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു 18,000 നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ബാക്ക് ചെയ്യാണ് പ്രോഫിറ്റ് കറക്റ്റ് ചെയ്യാനായിട്ട്.
then next എന്താ പറഞ്ഞിരിക്കുന്നത്, it is the company's policy to depreciate motor vehicles at 25% per year on a straight line basis with a full year charge in the year of acquisition. ഇനി കമ്പനിയുടെ പോളിസി പ്രകാരം മോട്ടോർ വെഹിക്കിൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഇയറിൽ തന്നെ ഫുൾ ഇയർ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യും. അതും എത്രയാണ്? 25% ആണ്. പക്ഷേ ഇത് എക്സ്പെൻസിൽ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ ഡിപ്രിസിയേഷൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് കറക്റ്റ് ആക്കണമെങ്കിൽ ഡിപ്രിസിയേഷൻ റെക്കോർഡ് ചെയ്യണം. ഡിപ്രിസിയേഷൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയായിരിക്കും? 18,000 ആണ് അസറ്റിൻ്റെ വാല്യൂ, അതിൻ്റെ 18,000 ആണ് അസറ്റിൻ്റെ വാല്യൂ ഇൻറ്റു 25% നമുക്ക് എത്രയായിരിക്കും? 4,500 എന്ത് വരുന്നുണ്ട്? 4,500 നമുക്ക് ഡിപ്രിസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ വരുന്നുണ്ട്. ഈ ഡിപ്രിസിയേഷൻ എന്താണ്? ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആക്ച്വലി റെക്കോർഡ് ചെയ്തിട്ടില്ല. റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പ്രോഫിറ്റ് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് കുറയണം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പെൻസ് ചാർജ് ചെയ്യുന്നു. അപ്പോൾ പ്രോഫിറ്റ് ഒരു 4,500 കുറയുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് പ്രോഫിറ്റ് എത്രയായിരിക്കും? 83,600 പ്ലസ് 18,000 മൈനസ് 4,500. കറക്റ്റ് പ്രോഫിറ്റ് വരുന്നത് എത്രയാണ്? 97,100 ആണ്. നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത ശേഷം നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 97,100 ആണെന്ന് നമ്മുടെ കറക്റ്റ് പ്രോഫിറ്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. Then a company has the following working capital ratio. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ തന്നിട്ടുണ്ട്. ഏതൊക്കെ തന്നിട്ടുണ്ട്? ഫസ്റ്റ് കറൻറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്. എന്താണ് കറൻറ്റ് റേഷ്യോ? കറൻറ്റ് അസറ്റ് ഈസ് ടു കറൻറ്റ് ലയബിലിറ്റീസ്. കറൻറ്റ് അസറ്റും കറൻറ്റ് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. റിസീവബിൾ ഡേയ്സ് തന്നിട്ടുണ്ട്. പേയബിൾ ഡേയ്സ് തന്നിട്ടുണ്ട്. ഇൻവെൻട്രി ടേൺ ഓവർ തന്നിട്ടുണ്ട്. ഇനി എന്താണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്? ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. സെന ഈസ് റിസീവിങ് എ ക്യാഷ് ഫ്രം കസ്റ്റമേഴ്സ് മോർ ക്വിക്ക്ലി ഇൻ 2029 ദാൻ ഇൻ 2028. 28 കിട്ടിയിരുന്നതിലും ഫാസ്റ്റായിട്ട് 29 ക്യാഷ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെ ചെക്ക് ചെയ്യാം? റിസീവബിൾ ഡേയ്സ് നോക്കി. 28 നമുക്ക് 50 ദിവസം എടുക്കണമായിരുന്നു. 50 ദിവസത്തിൽ ക്യാഷ് കിട്ടുമായിരുന്നു. പക്ഷെ 29 ആയപ്പോഴോ 75 ഡേയ്സ് എടുത്തു. അപ്പോൾ ക്യാഷ് കിട്ടാനുള്ള ടൈം ആക്ച്വലി എന്താണ്? കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഫാസ്റ്റായിട്ട് കിട്ടുകയല്ല ചെയ്യുന്നത്, നമ്മൾ കുറച്ചുകൂടെ ടൈം എടുക്കുകയാണ് ചെയ്തത്. കുറച്ചുകൂടെ ലാഗ് ആവുകയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കുകയാണ് ചെയ്തത്. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? കംപ്ലീറ്റ്ലി ഇൻകറക്റ്റ് ആണ്. ദെൻ സെക്കൻഡ് എന്താണ്? സെനാസ് ലിക്വിഡിറ്റി ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഹാസ് ഇംപ്രൂവ്ഡ് ഇൻ 2029. വർക്കിംഗ് ക്യാപിറ്റലും ലിക്വിഡിറ്റിയും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ലിക്വിഡിറ്റി നമ്മൾ കറൻറ്റ് റേഷ്യോ ചെക്ക് ചെയ്താൽ നമ്മൾ കറൻറ്റ് അസറ്റ് കൂടുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കറൻറ്റ് ലയബിലിറ്റീസ് രണ്ടിലും 1 ആണ്. കറൻറ്റ് അസറ്റിൻ്റെ റേഷ്യോ കൂടുവാണെങ്കിൽ നമുക്ക് ലിക്വിഡിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഇവിടെ 2028 കറൻറ്റ് ലയബിലിറ്റി 1 ആയിരുന്നപ്പോൾ നമുക്ക് 1.5 കറൻറ്റ് അസറ്റ് ഉണ്ടായിരുന്നു. 29 വന്നപ്പോൾ 1 കറൻറ്റ് ലയബിലിറ്റി വരുമ്പോൾ 1.2 കറൻറ്റ് അസറ്റ് വരുന്നുള്ളൂ. സോ കറൻറ്റ് അസറ്റ് എന്താണ്? കുറയാണ് ചെയ്തിട്ടുള്ളത്. കറൻറ്റ് അസറ്റ് കുറഞ്ഞാൽ മീനിങ് എന്താ? കറൻറ്റ് അസറ്റ്സിൻ്റെ റേഷ്യോ കുറഞ്ഞാൽ, കറൻറ്റ് റേഷ്യോ കുറഞ്ഞാൽ ലിക്വിഡിറ്റി കുറയുക എന്നാണ് റീസൺ. ലിക്വിഡിറ്റി എന്ത് ചെയ്തിട്ടില്ല? ഇംപ്രൂവ് ചെയ്തിട്ടില്ല. വർക്കിംഗ് ക്യാപിറ്റൽ ഇംപ്രൂവ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇൻവെൻട്രി ടേൺ ഓവർ നോക്കുകയാണെങ്കിലും നമുക്കത് ഇൻവെൻട്രി ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യുകയാണ്. അതായത് നമ്മൾ സെല്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം ഇൻക്രീസ് ചെയ്യുകയാണ്. സോ അവിടെ എന്താണ്? ലിക്വിഡിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടില്ല, കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. Then next, Sena is suffering from a worsening liquidity position in 2009. Yes, ആ ഒരു ഓപ്ഷൻ കറക്റ്റ് ആണ്. കാരണം ഇവിടെ കറൻറ്റ് റേഷ്യോ കുറഞ്ഞു, ടേൺ ഓവർ ഡേയ്സ് കൂടി, അതുപോലെ റിസീവ് ചെയ്യാനായിട്ട് കൂടുതൽ ടൈം എടുക്കാനായിട്ട് തുടങ്ങി, പേ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ടൈം എടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ് ഇവിടെ? ലിക്വിഡിറ്റി പൊസിഷൻ നമുക്ക് വേഴ്സ് ആവുകയാണ് ചെയ്യുക. കാരണം നമ്മൾ കുറഞ്ഞ ടൈമിൽ തന്നെ പേയ്മെൻറ്റ്സ് സെറ്റിൽ ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് ക്യാഷ് കിട്ടാനായിട്ട് കൂടുതൽ ടൈം എടുക്കുന്നു. അതുപോലെ നമ്മുടെ കറൻറ്റ് അസറ്റ്സിൻ്റെ റേഷ്യോയും കുറയുന്നു. ദെൻ നെക്സ്റ്റ്, സെന ഈസ് ടേക്കിംഗ് ലോങ്ങർ ടു പേ സപ്ലയേഴ്സ് ഇൻ 2009. ലോങ്ങർ ടൈം അല്ല സപ്ലയേഴ്സിന് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് എടുക്കുക. പേയബിൾ ഡേയ്സ് ആദ്യം 45 ഡേയ്സ് ആയിരുന്നു, പിന്നീട് 30 ഡേയ്സ് ആയത്. പേയ്മെൻറ്റ് ചെയ്യാനുള്ള ടൈം കുറയുകയാണ് ചെയ്തത്. സോ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ലിക്വിഡിറ്റി പൊസിഷൻ ഇവിടെ വേഴ്സ് ആകുന്നതാണെന്ന് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. ആർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്
ട്രൂ ഓർ ഫോൾസ്. നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഇതാണ്: A statement of cash flows prepared using direct method produces a different figure for net cash from operating cash activities compared to that produced if the indirect method is used. നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് 2 മെത്തേഡ്സ് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. ഇതിൽ രണ്ടിലും കിട്ടുന്ന ആൻസർ എന്താണ്? ഡിഫറെൻ്റ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഡിഫറെൻ്റ് ആണോ? അല്ല, സെയിം ആയിരിക്കും. സോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ല, സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. സെക്കൻഡ് എന്താണ്? റൈറ്റ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഡു നോട്ട് ഫീച്ചർ ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസിൽ നമുക്ക് ക്യാഷ് ഫ്ലോ, ഇൻഫ്ലോ, ഔട്ട്ഫ്ലോ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടാകും. ഇവിടെ റൈറ്റ് ഇഷ്യൂ എന്താണ്? നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാർക്കറ്റ് പ്രൈസിലും കുറഞ്ഞൊരു റേറ്റിന് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അവിടെ നമ്മൾ ആ റൈറ്റ് ഇഷ്യൂവിന് എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ട്, ക്യാഷ് കളക്ട് ചെയ്യുന്നുണ്ട്. സോ അതെന്തായാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ക്യാഷ് ഫ്ലോയിൽ കാണിക്കുന്നുണ്ടാകും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കില്ല എന്നാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ് വരുന്നത്. Then next question എന്താണ്? A surplus on revaluation of non-current asset will not appear as an item in a statement of cash flows. റീവാലുവേഷൻ ഓഫ് നോൺ കറൻറ്റ് അസറ്റ്, റീവാലുവേഷൻ സർപ്ലസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാണിക്കൂ? ഇല്ല. എന്തുകൊണ്ടാണ്? റീവാലുവേഷൻ നടക്കുമ്പോൾ റീവാലുവേഷനിൽ നമ്മളൊരു ക്യാഷ് കളക്ട് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് റീവാല്യൂ ചെയ്ത അസറ്റിൻ്റെ കൂടിയ വാല്യൂ സർപ്ലസ് നോട്ട് ചെയ്യുന്നുള്ളൂ. ആക്ച്വലി അവിടെ ക്യാഷ് ഇൻഫ്ലോയോ ഔട്ട്ഫ്ലോയോ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ അത് റെക്കോർഡ് ചെയ്യില്ല. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്, ട്രൂ ആണ്, നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. Then next എന്താണ്? A profit on sale of non-current asset will appear as an item under cash flows from investing activities in statement of cash flows. സെയിൽ ഓഫ് നോൺ കറൻറ്റ് അസറ്റിൽ നമുക്ക് വരുന്ന പ്രോഫിറ്റ് നമ്മൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ ക്യാഷ് ഫ്ലോ ആയിട്ട് കാണിക്കൂ? ഇല്ല. കാരണം എന്താണ്? പ്രോഫിറ്റ് അല്ല നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുക. എന്താണ്? ആ അസറ്റിൻ്റെ സെയിൽ വാല്യൂവിലാണ് നമ്മൾ ക്യാഷ് കളക്ട് ചെയ്യുക. ആ ഒരു സെയിൽ ചെയ്ത് ക്യാഷ് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുക, പ്രോഫിറ്റ് അല്ല. സോ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്: എ കമ്പനി റിസീവ്സ് റെൻറ്റ് ഫ്രം എ ലാർജ് നമ്പർ ഓഫ് പ്രോപ്പർട്ടീസ്. ദ ടോട്ടൽ റിസീവ്ഡ് ഇൻ ദ ഇയർ എൻഡഡ് 30th April 2026 വാസ് $481,200. അപ്പോൾ ഒരു കമ്പനിക്ക് ഒരുപാട് പ്രോപ്പർട്ടിയിൽ നിന്ന് റെൻറ്റ് കിട്ടുന്നുണ്ട്. കറൻറ്റ് ഇയറിൽ റിസീവ് ചെയ്തേക്കുന്ന എമൗണ്ട് തന്നിട്ടുണ്ട്. അതുപോലെ 2025 എൻഡ് ചെയ്തപ്പോഴും 2026 ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തപ്പോഴും നമുക്കുള്ള അഡ്വാൻസ് റെൻറ്റിൻ്റെയും റെൻറ്റ് അരിയറിൻ്റെയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് എമൗണ്ട് ഓഫ് റെൻറ്റൽ ഇൻകം ഷുഡ് അപ്പിയേഴ്സ് ഇൻ ദ കമ്പനീസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ എൻഡഡ് 30th April 2026? 26 April 30th എൻഡ് ചെയ്യുമ്പോൾ P&L കാണിക്കുന്ന റെൻറ്റ് എമൗണ്ട് ആണ് ക്വസ്റ്റ്യൻ. P&L കാണിക്കുന്ന റെൻറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്ത എമൗണ്ട് ആണോ കാണിക്കുന്നത്? അല്ല. നമുക്ക് റെൻറ്റ് കളക്ട് ചെയ്ത ക്യാഷ് റിസീവ്ഡ് അല്ല നമ്മൾ കാണിക്കുക, മറിച്ച് എന്താണ്? നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള റെൻറ്റൽ ഇൻകമാണ്. കറൻറ്റ് പീരിയഡിലേക്കുള്ള നമ്മുടെ റെൻറ്റൽ ഇൻകമാണ് നമ്മൾ കാണിക്കുക. ക്യാഷ് എത്ര കളക്ട് ചെയ്തു, ക്യാഷ് എത്ര റിസീവ് ചെയ്തു എന്നുള്ളതല്ല. സോ നമുക്ക് കറൻറ്റ് ഇയറിലെ റെൻറ്റൽ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കറൻറ്റ് ഇയറിൽ നമുക്ക് 2026 ഏപ്രിൽ എൻഡ് ചെയ്യുമ്പോഴുള്ള റെൻറ്റൽ എമൗണ്ട് ആണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോട്ടൽ റെൻറ്റ് റിസീവ്ഡ് തന്നിട്ടുണ്ട്. ഈ ഒരു ഇയറിൽ നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന ടോട്ടൽ റെൻറ്റ്, കറൻറ്റ് ഇയറിൽ നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള റെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ് വന്നിരിക്കുന്നത്? 4,81,200 ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് 25 ഡേറ്റ് എടുക്കുകയാണെങ്കിൽ 25 അതായത് പ്രീവിയസ് ഇയറിൽ, നമ്മളിപ്പോൾ ചെയ്യുന്നത് കറൻറ്റ് ഇയർ 26, പ്രീവിയസ് ഇയർ കഴിഞ്ഞ വർഷം 25 ആണ്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ ഒരു 28,700 റെൻറ്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് കിട്ടിയ റെൻറ്റ് എന്ന് പറയുന്നത് ഏത് വർഷത്തെ ആയിരിക്കും? ശരിക്കും ഈ കറൻറ്റ് ഇയറിലെ ആയിരിക്കില്ലേ? പ്രീവിയസ് ഇയറിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നത് എന്താണ്? നെക്സ്റ്റ് ഇയറിൽ ഇൻകം ആണ്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ 25 അഡ്വാൻസ് ആയിട്ട് കിട്ടിയ ഇൻകം എന്താണ്? 26 സോ 26 നമുക്ക് എന്ത് ചെയ്യാം? 2025 അഡ്വാൻസ് റെൻറ്റ് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 28,700 ആഡ് ചെയ്യുന്നു.
ദെൻ അതുപോലെ തന്നെ 25 നമുക്ക് റെൻറ്റ് ഇൻ അരിയേഴ്സ് ഉണ്ടായിരുന്നു. അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ 25 റെൻ്റാണ്, പക്ഷെ അത് ആ ഒരു അക്കൗണ്ടിങ് പീരീഡ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല, പിന്നെ അത് കിട്ടിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി 26 കിട്ടിയ എമൗണ്ടിൽ എന്തുണ്ട്, കഴിഞ്ഞ വർഷം കിട്ടാൻ ബാലൻസ് ഉള്ള എമൗണ്ടും ഉണ്ട്. അത് ആക്ച്വലി കറൻറ്റ് ഇയറിൽ, അതായത് 26 ഇൻകം അല്ല, കഴിഞ്ഞ വർഷം കിട്ടാൻ ബാക്കി ഉണ്ടായിരുന്നു, ഇപ്പോൾ കിട്ടിയതാണ്. അതുകൊണ്ട് ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയറിലെ റെൻറ്റ് അരിയേഴ്സ് നമ്മൾ ലെസ് ചെയ്തേക്കുക. 2025 റെൻറ്റ് അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു 26 റെൻ്റ് അല്ല, കഴിഞ്ഞ വർഷം കിട്ടാനുണ്ടായിരുന്നു, ഇപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അത് നമ്മൾ ലെസ് ചെയ്തേക്കുക. 21,200 എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട്, കറൻറ്റ് ഇയറിലും റെൻറ്റ് അഡ്വാൻസ് ഉണ്ട്. 26 അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന റെൻറ്റ് ഏത് വർഷത്തെ ആയിരിക്കും, നെക്സ്റ്റ് ഇയറിലെയാണ്, അതായത് 27 ഈ അഡ്വാൻസ്. അപ്പോൾ അതും കറൻറ്റ് ഇയറിലെ അല്ല, അതുകൊണ്ട് നമുക്ക് ലെസ് ചെയ്ത് കളയാം. 31,200 നമ്മൾ എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്ത് കളയുന്നു. ദെൻ നെക്സ്റ്റ് എന്തുണ്ട്, റെൻറ്റ് അരിയേഴ്സ് ഉണ്ട് 18,400. എന്താ അരിയേഴ്സ്, കറൻറ്റ് ഇയറിൽ ഇൻകമാണ്, പക്ഷേ ഈ വർഷം കിട്ടിയിട്ടില്ല, നെക്സ്റ്റ് ഇയർ കിട്ടുമായിരിക്കും. അപ്പോൾ നമ്മൾ ഡ്യൂ ആയി കിട്ടിയിട്ടില്ല റെൻറ്റ് അരിയേഴ്സ്, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, കറൻറ്റ് ഇയറിൽ ഇൻകമാണ്, നമുക്കിപ്പോൾ ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. സോ നമുക്കത് എന്ത് ചെയ്യാം, കറൻറ്റ് ഇയറിലെ ഇൻകത്തിൻ്റെ കൂടെ എന്ത് ചെയ്യാം, ഈ ഒരു 18,400 ആഡ് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് എത്രയായിരിക്കും നമ്മുടെ പിയാൻറ്റിൽ കാണിക്കുന്ന ആക്ച്വൽ കറൻറ്റ് ഇയറിലെ റെൻറ്റ് എന്ന് പറയുന്നത്, 48,100 1,200. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 28,700 ആഡ് ചെയ്യുന്നു. 28,700 ആഡ് ചെയ്യുന്നു. അതിൽ നിന്നും 21,200 ലെസ് ചെയ്യുന്നു. അതുപോലെ തന്നെ 31,200 ലെസ് ചെയ്യുന്നു. ദെൻ 18,400 ആഡ് ചെയ്യുന്നു. എത്രയായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്, 4,75,900 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പിയാൻറ്റിൽ കാണിക്കേണ്ട നമ്മുടെ റെൻറ്റൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്, 4,75,900 ആണെന്ത് ആക്ച്വലി നമ്മുടെ പിയാൻറ്റിൽ വരുന്ന ഇൻകം. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്, വിച്ച് ടു ഓഫ് ദി ഫോളോവിങ് ആർ ഡിഫറൻസസ് ബിറ്റ്വീൻ സോൾ ട്രേഡേഴ്സ് ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസ്. സോൾ ട്രേഡർ ബിസിനസ്സിൻ്റെയും ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസിൻ്റെയും രണ്ട് ഡിഫറൻസസ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ, എ സോൾ ട്രേഡേഴ്സ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ private. A company's financial statement are sent to shareholders and may be publicly filed. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? സോൾ ട്രേഡറുടെ ബിസിനസ്സിലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രൈവറ്റ് ആണ്. യെസ്, കറക്റ്റ് ആണ്. ഇനി കമ്പനിയുടെ കേസിലോ ഇത് പ്രൈവറ്റ് അല്ല, ഷെയർ ഹോൾഡേഴ്സിനെ കാണിക്കണം. പബ്ലിക് കമ്പനിയൊക്കെ ആണെങ്കിൽ പബ്ലിക്ലി ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, കറക്റ്റ് ആണ്, കറക്റ്റ് ഡിഫറൻസ് ആണ് പറയുന്നത്. സെക്കൻഡ് ഓപ്ഷൻ, ഓൺലി കമ്പനീസ് ഹാവ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ടു ദ ബിസിനസ്. കമ്പനീസിന് മാത്രമാണോ ക്യാപിറ്റലുള്ള? അല്ല, സോൾ ട്രേഡർ ബിസിനസ്സിനും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനും ഒക്കെ ക്യാപിറ്റലുണ്ട്. സോ അത് ഡിഫറൻസ് അല്ല, ഓപ്ഷൻ കറക്റ്റ് അല്ല. തേർഡ് ഓപ്ഷൻ എന്താ, എ സോൾ ട്രേഡർ ഈസ് ഫുള്ളി ആൻഡ് പേഴ്സണലി ലയബിൾ ഫോർ എനി ലോസസ് ദാറ്റ് ബിസിനസ് മൈറ്റ് മേക്ക്. യെസ്, സോൾ ട്രേഡർ ബിസിനസ്സിൻ്റെ കേസിൽ എന്തെങ്കിലും ലോസ് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കേണ്ട അൺലിമിറ്റഡ് ലയബിലിറ്റി ആർക്കുണ്ട്, സോൾ ട്രേഡർക്കുണ്ട്. പക്ഷേ കമ്പനിയുടെ കേസിൽ അതില്ല. സോ കറക്റ്റ് ഡിഫറൻസ് ആണ്. ദെൻ നെക്സ്റ്റ് ഫോർത്ത് ഓപ്ഷൻ എന്താണ്, റീവാലുവേഷൻ can be carried out in the financial statement of a company but not in the financial statement of a sole trader. റീവാലുവേഷൻ കമ്പനിക്ക് നടത്താം, സോൾ ട്രേഡർക്ക് നടത്തില്ല എന്നാണ് പറയുന്നത് ക്വസ്റ്റ്യൻ ഓപ്ഷൻ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, റീവാലുവേഷൻ കമ്പനിക്കും നടത്താം, സോൾ ട്രേഡർ ബിസിനസ്സിനും നടത്താം, ഒരു കുഴപ്പമില്ല. സോ എന്താണ്, ഫസ്റ്റ് ആൻഡ് തേർഡ് ഓപ്ഷനാണ് നമുക്ക് കറക്റ്റായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ. നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, ഇതിൽ ഏതാണ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് എന്താണ്, ആൻ എൻറ്റിറ്റീസ് മാനേജ്മെൻറ്റ് വിൽ നോട്ട് അസസ് ആൻ എൻറ്റിറ്റീസ് പെർഫോമൻസ് യൂസിങ് ഫൈനാൻഷ്യൽ റേഷ്യോസ്. മാനേജ്മെൻറ്റ് ഫൈനാൻഷ്യൽ റേഷ്യോസ് യൂസ് ചെയ്തിട്ട് പെർഫോമൻസ് മെഷർ ചെയ്യില്ല എന്നാണ് പറയുന്നത്. മാനേജ്മെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ റേഷ്യോസ് യൂസ് ചെയ്ത് പെർഫോമൻസ് മെഷർ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ അല്ല. സെക്കൻഡ് എന്താണ്, റേഷ്യോസ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡേറ്റ can predict with certainty the future performance of the entity. പാസ്റ്റ് ഡേറ്റ വെച്ചിട്ട്, ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇത് സെർട്ടൈൻ ആണ്, കറക്റ്റ് ആണ്, 100% ആക്യുറേറ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഓപ്ഷൻ 2 കറക്റ്റ് അല്ല.
And then next third എന്താണ് the analysis of financial statements using ratios provide useful information when compared with previous performance or industry averages. അപ്പോൾ നമ്മൾ ഈ റേഷ്യോസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ കമ്പനിയുടെ തന്നെ പ്രീവിയസ് പെർഫോമൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആവറേജ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് കിട്ടും. യെസ്, കറക്റ്റാണ്. പ്രീവിയസ് ഇയർ ആയിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലെ വേറെ കമ്പനീസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. The next last എന്താണ് the interpretation of an entity's financial statement using ratios is only useful for potential investors. ഇൻവെസ്റ്റേഴ്സിന് മാത്രമാണോ ഈ ഒരു റേഷ്യോസ് കണ്ടുള്ള അനാലിസിസ് യൂസ്ഫുൾ ആവുക? അല്ല, ഓവറോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും നമ്മുടെ മാനേജ്മെൻറ്റിനും എംപ്ലോയീസിനും അതുപോലെ തന്നെ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനും എല്ലാം യൂസ്ഫുൾ ആകും. സോ ഇൻവെസ്റ്റേഴ്സിന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, ഓവറോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും യൂസ്ഫുൾ ആണ്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. then നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. എ കമ്പനീസ് ജനറൽ ലെഡ്ജർ അക്കൗണ്ട് ഫോർ ദ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓഫ് മോട്ടോർ വെഹിക്കിൾ അറ്റ് 30th June 2026. 30th June 2026 അക്കൗണ്ട് തന്നിട്ടുണ്ട്. ബാലൻസ് ബ്രോട്ട് ഫോർവേഡ്, ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ഡിസ്പോസൽ തന്നിട്ടുണ്ട്, അഡീഷൻ ബാലൻസ് ക്യാരി ഫോർവേഡ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഓപ്പണിംഗ് ബാലൻസ് ഇൻ ദ ജനറൽ ലെഡ്ജർ അക്കൗണ്ട് ഫോർ ദ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓഫ് മോട്ടോർ വെഹിക്കിൾ? ഓപ്പണിംഗ് ബാലൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അക്കൗണ്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു 35,800 ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. പക്ഷേ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തില്ല, ഒരു ഓപ്പണിംഗ് ബാലൻസ് ഇല്ലല്ലേ. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും? നെക്സ്റ്റ് പീരിയഡിലെ, അതായത് 30th June കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിലെ 1st July 2026 ഓപ്പണിംഗ് ബാലൻസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 1st July 2026 നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ഈ ഒരു പീരീഡിലെ ക്ലോസിംഗ് ബാലൻസ് ആണിത് നെക്സ്റ്റ് പീരിയഡിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ബാലൻസ് ബ്രോട്ട് ഫോർവേഡ് നെക്സ്റ്റ് പീരിയഡിൽ വരുന്നത് എത്രയായിരിക്കും? 36,750. ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ഡെബിറ്റ് സൈഡിലായിരിക്കും വരിക. ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണോ? ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലായിരിക്കും. സോ ഏതായിരിക്കും? 36,750 ഡെബിറ്റ് ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ക്രെഡിറ്റ് അല്ല, ഡെബിറ്റ് ആണ് ആൻസർ വരുന്നത്. 36,750 ആയിരിക്കും നമുക്ക് എന്ത് ആൻസർ വരുന്നത്. അപ്പോൾ 36,750 ഡെബിറ്റ് എന്ത് ചെയ്യുന്നു? ഓർക്കുന്നു, ആൻസർ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളിപ്പോൾ ഈ സ്പെസിമെൻ എക്സാം ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഓപ്ഷൻ മാറി മാറി വരുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഇവിടെ എനിക്ക് സെക്കൻഡായിട്ട് കിടക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ 4th or 3rd ആയിരിക്കും. നമ്മൾ ഓരോ തവണ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴും ആ ഒരു ഓപ്ഷൻ ഇതാകുന്നുണ്ടാകും. അപ്പോൾ അത് മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ആൻസർ മാത്രം വെച്ചിട്ട് അത് ചെക്ക് ചെയ്യുക. അപ്പോൾ 36,750 ഡെബിറ്റ് ആയിരിക്കും എന്ത് ആൻസർ തരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. വിച്ച് 2 ഓഫ് ദി ഫോളോവിങ് ഐറ്റം മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ നോട്ട്സ് ടു ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്? ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ കേസിൽ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കമ്പൽസറി ആയിട്ട് നോട്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താണ്? യൂസ്ഫുൾ ലൈഫ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ക്യാപിറ്റലൈസ്ഡ് ഇൻ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. യൂസ്ഫുൾ ലൈഫ് ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്ന ഇൻടാഞ്ചിബിൾ അസറ്റ്സിനെ നമ്മൾ എന്തായാലും ഡിസ്ക്ലോസ് ചെയ്യണം. And then next, list of intangible assets purchased or developed. ലിസ്റ്റ് ഒന്നും കാണിക്കണം, റീകൺസിലേഷൻ മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ ഓപ്ഷൻ 2 ഇല്ല. ദെൻ നെക്സ്റ്റ്, ഇമ്പയർമെൻറ്റ് ലോസസ് ഓൺ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഡ്യൂറിങ് ദ പീരിയഡ്. യെസ്, അത് നമ്മൾ നോട്ടിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ദെൻ നെക്സ്റ്റ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് ദാറ്റ് ഹാവ് ബീൻ അണ്ടർടേക്കൺ ഡ്യൂറിങ് ദ പീരിയഡ്. ആ ഒരു പീരിയഡിൽ നടത്തിയിരിക്കുന്ന ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ് ഒന്നും കാണിക്കേണ്ട. യൂസ്ഫുൾ ലൈഫും അതുപോലെ ഇമ്പയർമെൻറ്റ് ലോസസും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിസ്ക്ലോസ് ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് എന്താണ്? ക്യാപിറ്റലൈസ്ഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ മസ്റ്റ് ബി അമോർട്ടൈസ്ഡ് ഓവർ എ പീരിയഡ് നോട്ട് എക്സീഡിങ് 5 years. ക്യാപിറ്റലൈസ്ഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ നമ്മൾ അമോർട്ടൈസ് ചെയ്യും, പക്ഷേ അതിന് ഒരു 5 years ലിമിറ്റ് ഒന്നുമില്ല. സോ ഓപ്ഷൻ 1 എന്തല്ല, കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് എന്താണ്? ക്യാപിറ്റലൈസ്ഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ആർ ഷോൺ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ അണ്ടർ ദ ഹെഡിങ് ഓഫ് നോൺ കറൻറ്റ് അസറ്റ്. യെസ്, നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ള ഡെവലപ്മെൻറ്റ് കോസ്റ്റ് നോൺ കറൻറ്റ് അസറ്റ്സിൻ്റെ അണ്ടറിലായിരിക്കും കാണിക്കാം. Then next, all research expenditure must be recognized as an intangible asset. റിസർച്ച് എക്സ്പെൻഡിച്ചർ എന്താണ്? നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടല്ല. സോ ഏത് മാത്രമേ കറക്റ്റ് ഉള്ളൂ? ഓപ്ഷൻ 2 ഓൺലി ആണ് നമുക്ക് എന്ത് വരാം? കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. അറ്റ് 30th June 2025 എ കമ്പനീസ് അലവൻസ് ഫോർ ഇർറിക്കവറബിൾ ഡെപ്റ്റ് വാസ് 39,000.
ഓപ്പണിങ്ങിൽ ഇറിക്കവറബിൾ ഡെപ്റ്റിൻ്റെ അലവൻസിൻ്റെ ബാലൻസ് 39,000 ആയിരുന്നു. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. വാട്ട് ഷുഡ് അപ്പിയർ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ എൻറ്റേർഡ് 30th June 2026 ഫോർ ദീസ് ഐറ്റം. അപ്പോൾ ഈ ഒരു 30th June 2026 നമുക്ക് കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് P&L കാണിക്കേണ്ട എമൗണ്ട് ആണെന്ത് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16 നമ്മൾ മിസ് ചെയ്തായിരുന്നു, അത് നമുക്ക് എടുക്കാം. അപ്പോൾ ദ ഫോളോവിങ് ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു റാഷിദ് കമ്പനീസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ജനറൽ ലെഡ്ജർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻറ്റഡ് 30th June 2029. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. പ്രീ പേയ്മെൻറ്റ് തന്നിട്ടുണ്ട്, ക്യാഷ് പെയ്ഡ് തന്നിട്ടുണ്ട്, അക്രൂവൽസ് ക്യാരി ഫോർവേഡ് തന്നിട്ടുണ്ട്. വാട്ട് എമൗണ്ട് ഷുഡ് ബി ചാർജ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഇൻ ദ ഇയർ 30th June 2029 ഫോർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്യാഷ് പേയ്മെൻറ്റും പ്രീ പേയ്മെൻറ്റും അക്രൂവൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി P&L എത്ര എമൗണ്ട് ചാർജ് ചെയ്യണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആക്ച്വലി പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് എത്രയാണ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് 5,400 ആണ്. ഇനി എന്തുണ്ട്? പ്രീ പേയ്മെൻ്റ് ഉണ്ട്. പ്രീ പേയ്മെൻറ്റ് ബ്രോഡ് ഫോർവേഡ് ആണ്. ബ്രോഡ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് ആണ്. കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രീ പേയ്മെൻറ്റ് ഈ വർഷത്തേക്ക് കൊണ്ടുവന്നപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കും? ഈ വർഷത്തെ എക്സ്പെൻസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ പ്രീ പേയ്മെൻറ്റ് ബ്രോഡ് ഫോർവേഡ് എന്താണ്? കറൻറ്റ് ഇയറിലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം നേരത്തെ ഇത് പേയ്മെൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. സോ നമുക്കത് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 550 നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ദെൻ അക്രൂവൽസ് ക്യാരി ഫോർവേഡ്. ഇനി ഈ വർഷം എൻഡ് ചെയ്യുമ്പോൾ അക്രൂവൽസിൽ എന്തുണ്ട്? ക്യാരി ഫോർവേഡ് ഉണ്ട്, ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്. അതായത് ഈ വർഷം കുറച്ച് എക്സ്പെൻസ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് പേയ്മെൻറ്റ് ഡ്യൂ ആയി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. ക്യാരി ഫോർവേഡ് ചെയ്യുന്നു പേയ്മെൻറ്റ്. സോ ഇതെന്താണ്? കറൻറ്റ് ഇയറിലെ എക്സ്പെൻസ് തന്നെയാണ്. സോ ആഡ് ചെയ്യുക. 650 നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ആൻസർ എത്രയായിരിക്കും വരുന്നത്? 5,400 പ്ലസ് 550 പ്ലസ് 650. ആൻസർ വരുന്നത് 6,600 ആയിരിക്കും നമുക്ക് എന്ത് വരാം? ആൻസർ വരുന്നത്. അപ്പോൾ കറൻറ്റ് ഇയറിലെ P&L കാണിക്കുന്ന എമൗണ്ട് എത്രയാണ്? 6,600 ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അലവൻസിന് ഓപ്പണിംഗ് ബാലൻസും കുറച്ച് ഐറ്റംസും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ P&L എത്ര എമൗണ്ട് ആണ് കാണിക്കേണ്ടത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് എന്താ തന്നിരിക്കുന്നത്? 30th June 2025 അലവൻസ് ഫോർ ഇറക്കവറബിൾ ഡെപ്റ്റ്. അപ്പോൾ നമുക്ക് ഇത് അറിയേണ്ടത് 26-ലെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്ലോസിങ്, അതായത് ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് അലവൻസ് ഫോർ റിസീവബിൾസിൻ്റെ അലവൻസ് ഫോർ ഇറക്കവറബിൾ ഡെപ്റ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് വരുന്നത് $39,000 ആണ്. ഇനി അറ്റ് 30th June 2026 ട്രേഡ് റിസീവബിൾസ്. ദെൻ നമുക്ക് കറൻറ്റ് ഇയറിൽ ട്രേഡ് റിസീവബിൾസ് വരുന്നത് എത്രയാണ്? $5,70,000 ആണ്. ദെൻ ഇറ്റ് വാസ് ഡിസൈഡഡ് ടു റൈറ്റ് ഓഫ് ഇറിക്കവറബിൾ ഡെപ്റ്റ് ടോട്ടലിംഗ് 37,000. ഇനി ഇതിൽ നിന്നും നമ്മൾ ഇറിക്കവറബിൾ ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നത് എത്രയാണ്? ഇറിക്കവറബിൾ ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യാൻ പോകുന്നത് 37,000 ആണ്. അപ്പോൾ റൈറ്റ് ഓഫ് ചെയ്തിട്ട് ബാലൻസ് നമുക്ക് ട്രേഡ് റിസീവബിൾസ് എത്രയായിരിക്കും വരുന്നത്? 5,17,000 മൈനസ് 37,000. നമുക്ക് ബാലൻസ് വരുന്നത് എത്രയാണ്? 4,80,000 ആണ് ബാലൻസ് റിസീവബിൾസ് വരുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ടു അഡ്ജസ്റ്റ് ദ അലവൻസ് ഫോർ ഇറിക്കവറബിൾ ഡെപ്റ്റ് ടു ദ ഇക്വലൻറ്റ് ഓഫ് 5% ഓഫ് ട്രേഡ് റിസീവബിൾസ്. ഇനി നമ്മൾ ഇതിൽ അലവൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എത്രയാണ്? ഇതിൻ്റെ 5% ആണ്. അതായത് ട്രേഡ് റിസീവബിളിൽ നിന്നും ഇറിക്കവറബിൾ ഡെപ്റ്റ് കുറച്ച് നമുക്ക് ബാക്കി ഒരു 4,80,000 ഉണ്ട്. ഇതിൻ്റെ 5% ആണ് നമ്മൾ അലവൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ 5% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഒരു 24,000 ആണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്? അലവൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് അലവൻസ് നമുക്ക് 39,000 ആയിരുന്നു. ക്ലോസിംഗ് അലവൻസിൻ്റെ പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എത്രയാണ്? 24,000 ആണ്. അപ്പോൾ നമുക്ക് അലവൻസിൽ ഇവിടെ എത്ര ഡിക്രീസ് വന്നിട്ടുണ്ട്? 39,000
മൈനസ് 24,000 നമുക്ക് അലവൻസിൽ വന്നിട്ടുള്ള ഡിക്രീസ് എന്ന് പറയുന്നത് എത്രയാണ്? 15,000 ആണ് അലവൻസിൽ വന്നിട്ടുള്ള ഡിക്രീസ് എന്ന് പറയുന്നത്. ഡിക്രീസ് വന്നു കഴിഞ്ഞാൽ അലവൻസ് ഫോർ റിസീവബിൾസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊവിഷനിൽ ഡിക്രീസ് വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും P&L എന്തായിരിക്കും ചെയ്യുക? ക്രെഡിറ്റ് ആയിരിക്കും ഡെബിറ്റ് ആയിരിക്കും? P&L ഡിക്രീസ് ആയതുകൊണ്ട് ക്രെഡിറ്റ് ആയിരിക്കും ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ നമ്മൾ P&L ഒരു ഐറ്റം കൂടി കാണിക്കും. ഇറിക്കവറബിൾ ഡെപ്റ്റ് എന്തുണ്ടായിരുന്നു? ഒരു 37,000 നമ്മുടെ ബാഡ് ഡെപ്റ്റ് ഒരു 37,000 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? P&L ഡെബിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് ഒരു 15,000 ഉണ്ട്, ഡെബിറ്റ് ചെയ്യാനായിട്ട് ഒരു 37,000 ഉണ്ട്. അപ്പോൾ നെറ്റ് എഫക്റ്റ് നോക്കുകയാണെങ്കിൽ 37,000 മൈനസ് 15,000 ഒരു 22,000 ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? P&L ഡെബിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ആൻസർ കൊടുക്കാം. P&L നമ്മൾ ഡെബിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്നത് എത്രയായിരിക്കും? 22,000 ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. നാൻസി പർച്ചേസ്ഡ് എ ബിൽഡിംഗ് ഓൺ 1st January 2021 ഫോർ $2 lakh. അപ്പോൾ നാൻസി ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്തു. ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ റീവാലുവേഷൻ ഗെയിൻ ദാറ്റ് വിൽ ബി റെക്കോർഡഡ് ഫോർ ദ ബിൽഡിംഗ് ഓൺ 1st January 2025? അപ്പോൾ 1st January ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്നു 2025. അത് റീവാല്യൂ ചെയ്യുന്ന ടൈമിൽ റീവാലുവേഷൻ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ പർച്ചേസ് കോസ്റ്റ് എത്രയായിരുന്നു? കോസ്റ്റ് നമ്മൾ 2021 ജാനുവരിയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു $200,000 ആയിരുന്നു നമ്മുടെ കോസ്റ്റ്. പിന്നെ ഈ ഒരു ബിൽഡിങ്ങിന് 20 years യൂസ്ഫുൾ ലൈഫ് ഉണ്ട്. നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ്. ദെൻ നമ്മളിത് എന്നാ റീവാല്യൂ ചെയ്യാൻ പോകുന്നത്? 25 ജാനുവരിയിലാണ്. അതായത് ഒരു 4 years കഴിഞ്ഞിട്ടാണ്. 22, 23, 25 നമ്മളൊരു 4 years കഴിഞ്ഞിട്ട് റീവാല്യൂ ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ ഫെയർ വാല്യൂ എത്രയാണ് വരുന്നത്? 340,000 ആണ്. ഫെയർ വാല്യൂ 340,000. അതായത് നമ്മൾ റീവാലുവേഷൻ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ വാല്യൂ 340,000 ആണ്. ഇനി ആ ഒരു 25 ഇതിൻ്റെ ക്യാരിങ് എമൗണ്ട് എത്രയായിരിക്കും? അതായത് ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് എത്രയായിരിക്കും? ഈ ഒരു 4 yearsലേക്ക് നമുക്ക് എത്ര ഡിപ്രിസിയേഷൻ ആയിട്ടുണ്ടായിരിക്കും? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് ഈ ഒരു അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 200,000 ആയിരുന്നു. യൂസ്ഫുൾ ലൈഫ് 20 years. അപ്പോൾ 20 years എന്ന് പറയുമ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു 10,000 ആയിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ ഓൾറെഡി എത്ര വർഷം ഉപയോഗിച്ചു? 4 വർഷം ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ഇതുവരെ ഉള്ള ഡിപ്രിസിയേഷൻ എത്രയാണ്? 40,000 ആണ്. അപ്പോൾ അസറ്റ് വാല്യൂ 200,000, അതിൽ നിന്ന് 40,000 ഇതുവരെയുള്ള ഡിപ്രിസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഈ ഒരു അസറ്റിൻ്റെ ക്യാരിങ് എമൗണ്ട് എത്രയായിരിക്കും? 160,000 ആയിരിക്കും. 160,000 ക്യാരിങ് എമൗണ്ട് ഉള്ള ഒരു അസറ്റ് ഇപ്പോൾ നമ്മൾ റീവാലുവേഷൻ ചെയ്യുമ്പോൾ വാല്യൂ എത്ര വന്നു? 340,000 വരുന്നു. സോ നമുക്ക് റീവാലുവേഷൻ ഗെയിൻ എത്രയായിരിക്കും വരുന്നത്? 340 മൈനസ് 160 നമുക്ക് എത്രയായിരിക്കും? ഒരു 180,000 ആയിരിക്കും നമുക്ക് റീവാലുവേഷനിൽ കൂടുതൽ വന്നിട്ടുള്ള എമൗണ്ട് എന്ന് പറയും. 160 വാല്യൂ ഉള്ള അസറ്റിന് റീവാല്യൂ ചെയ്തപ്പോൾ 340,000 വന്നു. സോ റീവാലുവേഷൻ ഗെയിൻ എത്രയാണ്? 180,000 ആണെന്ത് നമ്മുടെ റീവാലുവേഷൻ ഗെയിൻ വരുന്നത്. 180,000 ആണെന്ത് നമ്മുടെ റീവാലുവേഷൻ ഗെയിൻ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. അക്കോർഡിംഗ് ടു IS2 ഇൻവെൻട്രീസ് വിച്ച് 2 ഓഫ് ദി ഫോളോവിങ് കോസ്റ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ വാല്യൂയിങ് ദ ഇൻവെൻട്രീസ് ഓഫ് എ മാനുഫാക്ചറിങ് കമ്പനി? അപ്പോൾ IS2 പ്രകാരം ഒരു ഇൻവെൻട്രി വാല്യൂ ചെയ്യുമ്പോൾ ഇതിൽ ഏതൊക്കെ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാം? ക്യാരേജ് ഔട്ട്വേർഡ് ഇൻക്ലൂഡ് ചെയ്യാമോ? ഇല്ല, കാരണം നമ്മൾ IS2 പ്രകാരം നമ്മൾ ഇൻവെൻട്രീൻ്റെ വാല്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മളതിൻ്റെ റോ മെറ്റീരിയലിന് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന വരെയുള്ള കോസ്റ്റ്. അതായത് അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം, പ്രൊഡക്ഷൻ ഓവർ ഹെഡ് വരെ. അപ്പോൾ ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അത് ഗുഡ്സ് ഫിനിഷ് ആയി കഴിഞ്ഞ് സെയിൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് വരുന്ന ക്യാരിങ് എക്സ്പെൻസ് ആണ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആണ്. അപ്പോൾ ക്യാരേജ് ഔട്ട്വേർഡ് നമുക്ക് ഈ ഒരു ഇൻവെൻട്രിയുടെ വാല്യൂവിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡും ആഡ് ചെയ്യാൻ പറ്റില്ല. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡും ഒന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ക്യാരേജ് ഇൻവേർഡ് നമുക്ക് വരുന്നത് ആ ഒരു റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന ടൈമിലാണ്, അത് നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ ഡിപ്രിസിയേഷൻ ഓഫ് ഫാക്ടറി മെഷീനും നമുക്ക് പ്രൊഡക്ഷൻ ഓവർ ഹെഡിൽ വന്നതാണ്. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇൻവെൻട്രിയുടെ വാല്യൂവിൽ ആഡ് ചെയ്യാം. ക്യാരേജ് ഔട്ട്വേർഡും ജനറൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിയില്ല.
Then next question വരുന്നത് ഇതാണ്. Prisha, a sole trader, has not kept accurate accounting records during the financial year. അപ്പോൾ ആൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് ഒന്നുമില്ല. അപ്പോൾ ആളുടെ ഓപ്പണിംഗ് ഇൻവെൻട്രി, പർച്ചേസ് ചെയ്തതിന് എമൗണ്ട്, അതുപോലെ ക്ലോസിംഗ് ഇൻവെൻട്രി, അതുപോലെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഒക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോകാം. ഫസ്റ്റ് എന്താ തന്നിരിക്കുന്നത്? ഓപ്പണിംഗ് ഇൻവെൻട്രി തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ഇൻവെൻട്രി എത്രയാണ്? $6,700 ഓപ്പണിംഗ് ഇൻവെൻട്രി ഉണ്ട്. ദെൻ കറൻറ്റ് ഇയറിൽ പർച്ചേസ് ഗുഡ്സ് കോസ്റ്റിംഗ് 84,000. നമ്മൾ 84,000 വാല്യൂ ഉള്ള ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. ദെൻ ക്ലോസിംഗ് ഇൻവെൻട്രി എത്രയുണ്ട്? $5,400 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് ഇൻവെൻട്രി, അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ഇൻവെൻട്രി അറിയാം, പർച്ചേസ് അറിയാം, ക്ലോസിംഗ് ഇൻവെൻട്രി അറിയാം. ഗ്രോസ് പ്രോഫിറ്റ് അറിയെങ്കിൽ ഫസ്റ്റ് എന്തറിയണം? നമ്മുടെ കോസ്റ്റിൻ്റെ വാല്യൂ അറിയണം. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ് വരുന്നത്? കോസ്റ്റ് ഓഫ് സെയിൽസ് എന്താണ്? ഓപ്പണിംഗ് ഇൻവെൻട്രിയുടെ കൂടെ പർച്ചേസ് ആഡ് ചെയ്യുന്നു, ക്ലോസിംഗ് ഇൻവെൻട്രി കുറയ്ക്കുന്നതാണ് എന്ത്? കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. സോ 6,700 ഓപ്പണിംഗ് ഇൻവെൻട്രിയുടെ കൂടെ പർച്ചേസ് കോസ്റ്റ് 84,000, പർച്ചേസ് കോസ്റ്റ് 84,000 ആഡ് ചെയ്യുന്നു. അതിൽ നിന്നും ക്ലോസിംഗ് ഇൻവെൻറ്ററി 5,400, ക്ലോസിംഗ് ഇൻവെൻറ്ററി 5,400 കുറയ്ക്കുന്നു. നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ്? 85,300 ആണെന്ത്? കോസ്റ്റ് ഓഫ് സെയിൽസ് വന്നിരിക്കുന്നത്. ഇനി പ്രോഫിറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾ സെയിൽസ് ആർ മെയ്ഡ് അറ്റ് എ മാർക്കപ്പ് ഓൺ കോസ്റ്റ് ഓഫ് 20%. അപ്പോൾ നമ്മൾ മാർക്കപ്പ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും പ്രോഫിറ്റ് എന്നാണ്. മാർജിൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെയിൽസിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും പ്രോഫിറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ കോസ്റ്റിൻ്റെ 20% പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സെൽ ചെയ്തിരിക്കുന്നത്. സോ ഗ്രോസ് പ്രോഫിറ്റ് എന്തായിരിക്കും? കോസ്റ്റ് ഓഫ് സെയിൽസ് ഇൻറ്റു 20% ആയിരിക്കും. അപ്പോൾ ഇത് ഇൻറ്റു 20% ആൻസർ എത്രയായിരിക്കും? 17,060 ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്? നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ കൊടുക്കാം. ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. അറ്റ് 31st December 2024 എ കമ്പനീസ് ക്യാപിറ്റൽ സ്ട്രക്ചർ വാസ് ആസ് ഫോളോസ്. അപ്പോൾ 31st December 2024 ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ദെൻ അതായിട്ട് കണക്ട് ചെയ്തിട്ട് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഓർഡിനറി ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. 500,000 ഷെയർസ് ആണുള്ളത്. പെർ ഷെയർ നമുക്ക് വാല്യൂ വരുന്നത് $0.25 ആണ്. ഷെയർ പ്രീമിയം അക്കൗണ്ടിൻ്റെ ബാലൻസും തന്നിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? കമ്പനിയുടെ 31st December 2025 ക്ലോസ് ചെയ്യുമ്പോൾ ഓർഡിനറി ഷെയർ ക്യാപിറ്റലിൻ്റെ ബാലൻസും ഷെയർ പ്രീമിയം അക്കൗണ്ടിൻ്റെ ബാലൻസും ആണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് അറിയാനായിട്ട് ഫസ്റ്റ് നമുക്ക് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, അതുപോലെ എന്തുകൊണ്ട് ഷെയർ പ്രീമിയം അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ രണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസിൽ നമുക്ക് എത്ര ഉണ്ടായിരുന്നു? ഒരു 125,000 ആണ് ഓപ്പണിംഗ് ബാലൻസ് ഉള്ളത്. 125,000 ആണ്. ഷെയർ പ്രീമിയം അക്കൗണ്ടിൽ എത്രയാണ്? 100,000 ആണ് നമുക്ക് ബാലൻസ് ഉള്ളത്. ഇനി നമ്പർ ഓഫ് ഷെയർസ് നോക്കുകയാണെങ്കിലോ നമ്പർ ഓഫ് ഷെയർസ് ഓപ്പണിംഗ് എത്രയുണ്ട്? ഒരു 500,000 ഷെയർസ് ആണ് ഓപ്പണിംഗ് നമുക്ക് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നത്? In the year entered 31st December 2025, the company made a 1-for-2 right issue at $1 per share. ഇനി and this was fully subscribed. ഇനി കമ്പനി എന്ത് ചെയ്യാണ്? ഒരു റൈറ്റ് ഇഷ്യൂ നടത്താണ്. റൈറ്റ് ഇഷ്യൂ നടത്തിയത് ഒരു ഷെയറിന് എത്രയാണ്? $1 ആണ്. 0.25 ഫേസ് വാല്യൂ ഉള്ള ഷെയറിന് $1 ആണ് നമ്മൾ എന്ത് ചെയ്യുക? റൈറ്റ് ഇഷ്യൂ നടത്തുക. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഷെയർസ് റൈറ്റ് ഇഷ്യൂവിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും? 500,000 ഷെയർസ് ആണ് നമുക്കുള്ളത്. 500,000 ഷെയർസ് ആണ് ഇപ്പോൾ ഉള്ളത്. അതിൽ റൈറ്റ് ഇഷ്യൂ നടത്തുന്നത് 2 ഷെയർ ഉള്ള ആൾക്ക് ഒരു ഷെയർ കിട്ടും. അപ്പോൾ ഇൻറ്റു 1/2 എത്ര നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്? 250,000 ഷെയർസ് ആണ് ഇവിടെ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. എത്രയാണ്? 250,000 ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഷെയർ ക്യാപിറ്റൽ വാല്യൂ, ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയും വരാം? 0.25 ആണ്. അപ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്നത് എത്രയായിരിക്കും?
250,000 ഇൻറ്റു 0.25 ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്നത് 62,500 ആണ്. അപ്പോൾ ഒരു ഷെയർ $1 ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി 0.75 എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഷെയർ പ്രീമിയം അക്കൗണ്ടിലേക്കായിരിക്കും. എക്സ്ട്രാ കിട്ടുന്ന എമൗണ്ട് പ്രീമിയമാണ്. 250,000 ഇൻറ്റു 0.75 ഷെയർ പ്രീമിയം അക്കൗണ്ടിലേക്ക് പോകുന്ന എത്രയായിരിക്കും? 187,500 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നത്? നെക്സ്റ്റ് later in the year company made 1/5 issue of bonus shares using the share premium account for the purpose. Then പിന്നെ കമ്പനി എന്ത് ചെയ്യണം? ബോണസ് ഇഷ്യൂ നടത്തണം. ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ അതിൽ ക്യാഷ് കളക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, ബോണസ് ഫ്രീ ആയിട്ടാണ് ഷെയർസ് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഏത് ഫണ്ടാണ് യൂസ് ചെയ്യുന്നത്? ഷെയർ പ്രീമിയം അക്കൗണ്ടിൽ ക്യാഷ് എടുത്തിട്ടാണ് ബോണസ് ഇഷ്യൂ നടത്തുന്നത്. അപ്പോൾ ഇവിടെ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആയിരിക്കും ബോണസ് ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്തത്? 145 ആണ്. 145 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്? 750,000 ഷെയർസ് ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ 5 ഷെയറിന് ഒരു ഷെയർ വെച്ച് കിട്ടും. അപ്പോൾ എത്ര ഷെയർസ് ആയിരിക്കും നമുക്ക് ബോണസ് ഇഷ്യൂ വരുന്നത്? ബോണസ് ഇഷ്യൂ വരുന്നത് 750,000 ഇൻറ്റു 1/5 ആയിരിക്കും. എത്രയായിരിക്കും? 150,000 ഷെയർസ് ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്? ബോണസ് ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ ഷെയറിൻ്റെയും വാല്യൂ എത്രയായിരിക്കും? 0.25 ആണ്. ആ ഷെയർ ക്യാപിറ്റലിൻ്റെ ഫേസ് വാല്യൂ വരുന്നത് 0.25 ആണ്. അപ്പോൾ ഇൻറ്റു 150,000 ഇൻറ്റു 0.25 എത്രയായിരിക്കും? 37,500 ആയിരിക്കും നമ്മൾ ബോണസ് ഇഷ്യൂവിൽ നമ്മുടെ ഷെയർ ക്യാപിറ്റലിൽ 37,500 ആണ് ഷെയർ ക്യാപിറ്റൽ വന്നിരിക്കുന്നത്. ഇനി ഈ ഫണ്ട് എവിടെ നിന്നാണ് എടുത്തത്? ഷെയർ പ്രീമിയത്തിൽ നിന്നാണ്. സോ ഷെയർ പ്രീമിയത്തിൻ്റെ ബാലൻസ് എന്ത് ചെയ്യും? 37,500 കുറയുന്നുണ്ടായിരിക്കും. സോ നമ്മുടെ ഷെയർ ക്യാപിറ്റലിൽ ഇപ്പോൾ അക്കൗണ്ടിൻ്റെ ബാലൻസ് എത്രയായി? 1,25,000 പ്ലസ് 62,500 പ്ലസ് 37,500. നമ്മുടെ ബാലൻസ് എത്രയായി? 225,000 ആയി ഷെയർ ക്യാപിറ്റലിൻ്റെ ബാലൻസ്. ഷെയർ പ്രീമിയത്തിൻ്റെ ബാലൻസ് നോക്കുകയാണെങ്കിലോ 100,000 പ്ലസ് 87,500 മൈനസ് 37,500 എത്രയായിരിക്കും? 250,000 ആയത് ഷെയർ പ്രീമിയം അക്കൗണ്ടിൻ്റെ ബാലൻസ്. സോ ഏതായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് 225ഉം ഷെയർ പ്രീമിയം 250,000 ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്? ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോവിങ് ഷുഡ് ബി പ്രസൻറ്റഡ് ഇൻ എ കമ്പനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി? ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് കോംപ്രഹെൻസീവ് ഇൻകം ഫോർ ദ ഇയർ. യെസ്, കോംപ്രഹെൻസീവ് ഇൻകം നമ്മളവിടെ കാണിക്കാറുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ ഉണ്ടാകും. അമോർട്ടൈസേഷൻ ഓഫ് ക്യാപിറ്റലൈസ്ഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. അമോർട്ടൈസേഷൻ ഇതിൽ കാണിക്കുമോ? ഇല്ല, അത് നമ്മൾ ഓൾറെഡി നമ്മുടെ കോംപ്രഹെൻസീവ് ഇൻകത്തിൽ ആ ഒരു എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ P&L നിന്ന് ആയിരിക്കും ഇത് കാണിക്കുക. ഇവിടെ ഉണ്ടാവില്ല. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ അമോർട്ടൈസേഷൻ ഉണ്ടാവില്ല. സർപ്ലസ് ഓൺ റീവാലുവേഷൻ ഓൺ നോൺ കറൻറ്റ് അസറ്റ് അവിടെ കാണിക്കും. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ കാണിക്കും. സോ കോംപ്രഹെൻസീവ് ഇൻകവും റീവാലുവേഷൻ സർപ്ലസും കാണിക്കും. ഏതായിരിക്കും? 1 and 3 ഓൺലി ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്: ദ ജനറൽ ലെഡ്ജർ അക്കൗണ്ട് ഫോർ ദ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓഫ് പ്ലാന്റ് ആൻഡ് മിഷനറി ഓഫ് എ ബിസിനസ് ഫോർ ദ ഇയർ എൻറ്റഡ് 31st December 25 ആസ് ഫോളോസ്. അപ്പോൾ ഒരു പ്ലാന്റ് ആൻഡ് മിഷനറിയുടെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ലെഡ്ജർ അക്കൗണ്ട് തന്നിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ. വാട്ട് ഷുഡ് ദ ഡിപ്രിസിയേഷൻ ചാർജ് ബി ഫോർ ദ ഇയർ എൻറ്റഡ് 31st December 25? അപ്പോൾ 31st December 25 ഡിപ്രിസിയേഷനാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് എന്ത് തന്നിട്ടുണ്ട്? ഓപ്പണിംഗ് ബാലൻസ് ഒരു 240,000 ഉണ്ട്. ദെൻ നമ്മൾ 30th June എത്തുമ്പോൾ വീണ്ടും ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട് 1,60,000. ദെൻ ഇതിൽ നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്നതിൽ 31st March എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അസറ്റ് ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. ഇനി കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്: കമ്പനീസ് പോളിസി ഈസ് ടു ചാർജ് ഡിപ്രിസിയേഷൻ 20%
20% per year on a straight line basis with proportionate depreciation in the years of purchase and disposal. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന മെത്തേഡ് ഏതാ? സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ്. 20% ആണ്. പ്രപ്പോർഷനേറ്റ് ഡിപ്രിസിയേഷൻ ആണ്. നമ്മൾ പർച്ചേസ് ചെയ്ത അസറ്റിന് എത്ര മന്ത്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ ആ മന്ത്സിൻ്റെ ഡിപ്രിസിയേഷൻ എടുത്താൽ മതി. ഡിസ്പോസൽ ചെയ്യുന്ന അസറ്റ്സിനും എത്ര മന്ത്സ് യൂസ് ചെയ്തിട്ടുണ്ടോ അത്രയും ഡിപ്രിസിയേഷൻ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. നോ ഐറ്റം ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് ഫുള്ളി ഡിപ്രിഷിയേറ്റഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്പണിങ്ങിൽ നമുക്ക് എത്ര ഡിപ്രിസിയേഷൻ ഉണ്ടായിരുന്നു? 2,40,000 ആയിരുന്നു നമുക്ക് എന്ത് വരുന്നത്? ഡിപ്രിസിയേഷൻ അസറ്റിൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് എത്രയായിരുന്നു? 2,40,000 ആയിരുന്നു. ഈ ഒരു ഫുൾ അസറ്റ് ഇയർ എൻഡ് വരെ ഉണ്ടോ? ഇല്ല. ഇതിൽ നിന്നും എത്ര ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്? ഒരു 60,000 ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 60,000 ഡിസ്പോസ് ചെയ്തത് കുറച്ചാൽ ആ ഒരു ഫുൾ ഇയർ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് എത്ര വാല്യൂ ഉള്ളതായിരിക്കും? 2,40,000 മൈനസ് 60,000. നമ്മൾ ഫുൾ ഇയർ യൂസ് ചെയ്തത് എത്രയാണ്? ഒരു 1,80,000 വാല്യൂ വരുന്ന അസറ്റ് മാത്രമാണ്. അപ്പോൾ ഇതിന് ഫുൾ ഇയർ യൂസ് ചെയ്ത ഈ ഒരു അസറ്റിന് നമുക്ക് ഡിപ്രിസിയേഷൻ എത്രയുണ്ടായിരിക്കും? ഇൻറ്റു നമ്മുടെ ചാർജ് വരുന്നത് എത്രയാണ്? 20% ആണ്. ഇൻറ്റു 20% നമുക്ക് ഫുൾ ഇയർ ഈ ഒരു അസറ്റിന് ഡിപ്രിസിയേഷൻ 1,80,000 ഇൻറ്റു 20% ഡിപ്രിസിയേഷൻ വരുന്നത് എത്രയായിരിക്കും? 36,000 ആണ് ഫസ്റ്റ് ഫുൾ ഇയർ നമുക്ക് യൂസ് ചെയ്തിട്ടുള്ള അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ വരുന്നത്. ഇനി ഇത് കൂടാതെ എന്തുണ്ട്? 30th ജൂണിന് നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. പ്ലാന്റിൻ്റെ കോസ്റ്റ് എത്രയാണ്? 1,60,000 ആണ് വരുന്നത്. ഡിപ്രിസിയേഷൻ എത്രയായിരിക്കും? 20%. പക്ഷേ ഫുൾ ഇയർ ചാർജ് ചെയ്യണോ? ഇല്ല. ഇത് എന്നാ പർച്ചേസ് ചെയ്തത്? ജൂണിലാണ് പർച്ചേസ് ചെയ്തത്, 30th ജൂണിലാണ്. അപ്പോൾ 1st ജൂലൈ തൊട്ട് ഡിസംബർ വരെ എത്ര മാസം യൂസ് ചെയ്തിട്ടുള്ളൂ? 6 മന്ത്സേ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ ഇൻറ്റു 6/12 6 മന്ത്സിലെ ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 1,60,000 ഇൻറ്റു 20% ഇൻറ്റു 6/12 എത്രയായിരിക്കും ഡിപ്രിസിയേഷൻ? ഒരു 16,000 ആണ് നമുക്ക് എന്ത് വരുന്നത്? ഡിപ്രിസിയേഷൻ വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്? നമുക്കൊരു അസറ്റ് ഡിസ്പോസ് ചെയ്യുന്നില്ലേ? ആ ഒരു ഡിസ്പോസ് ചെയ്യുന്ന അസറ്റിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് വരുന്നത്? ഡിസ്പോസ് ചെയ്യുന്നത് എത്രയാണ്? 60,000 ആണ്. 60,000 ആണ് ഡിപ്രിസിയേഷൻ 20%. പക്ഷേ അത് എത്ര മാസം യൂസ് ചെയ്യുന്നുണ്ട്? മാർച്ചിലാണ് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ 1st ജാനുവരി തൊട്ട് 31st മാർച്ച് വരെ 3 മന്ത്സേ യൂസ് ചെയ്തിട്ടുള്ളൂ. 3 മന്ത്സിലെ ഡിപ്രിസിയേഷൻ മതി. അപ്പോൾ 3/12 നമുക്ക് എത്രയായിരിക്കും ഡിപ്രിസിയേഷൻ വരുന്നത്? 60,000 ഇൻറ്റു 20% ഇൻറ്റു 3/12 എത്രയായിരിക്കും ഡിപ്രിസിയേഷൻ? നമുക്ക് 3,000 ആയിരിക്കും ഡിപ്രിസിയേഷൻ വരുന്നത്. ടോട്ടൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ എത്ര വരും? 36,000 പ്ലസ് 16,000 പ്ലസ് 3,000. 36,000 പ്ലസ് 16,000 പ്ലസ് 3,000 എത്രയായിരിക്കും? 55,000 ആയിരിക്കും നമുക്ക് എന്ത് വരിക? ടോട്ടൽ ഡിപ്രിസിയേഷൻ വരുന്നത് എത്രയാണ്? 55,000 ആണ് ടോട്ടൽ നമുക്ക് ഡിപ്രിസിയേഷൻ വരുന്നത്. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. ദ ഫോളോവിങ് എക്സ്ട്രാക്ട്സ് ആർ ഫ്രം ഹസൻസ് കൗസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2026. അപ്പോൾ 31st December 2026 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മുതൽ ലോൺ ലയബിലിറ്റി വരെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ്, അതുപോലെ ഷെയർ ക്യാപിറ്റൽ, ഡെപ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഹസൻസ് കമ്പനീസ് റിട്ടേൺസ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്? അപ്പോൾ നമ്മുടെ അടുത്ത് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ്. അതും പെർസെൻറ്റേജിലാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡിൻ്റെ ഇക്വേഷൻ വരുന്നത്? എന്താ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ എന്താണ്? ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ്. എന്താ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? നമ്മുടെ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. അപ്പോൾ ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. എത്രയാണ്? 10,200 ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വരുന്നത്. ഇനി എന്താണ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത്? ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത് ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് ആണ്. ഇവിടെ ഇക്വിറ്റിയുടെ വാല്യൂ എത്രയാണ് വരുന്നത്? ഇക്വിറ്റി വാല്യൂ വരുന്നത് 35,600 ആണ്. പ്ലസ് ഡെപ്റ്റ് എത്രയാണ്? 6,900 ആണ്. 6,900 ആണ്. അപ്പോൾ 10,200 35,600 പ്ലസ് 6,900 നമുക്ക് എത്ര വന്നു?
42,500 ആണ്. അപ്പോൾ 10,200 ഡിവൈഡഡ് ബൈ 10,200 ഡിവൈഡഡ് ബൈ 42,500 എത്രയാണ്? 0.24 പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്താൽ 24% ആണ് എന്ത് വരുന്നത്? നമ്മുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് വരുന്നത് എത്രയാണ്? 24% ആണ്. അപ്പോൾ ആൻസർ ടൈപ്പ് ചെയ്യാം. 24 ആയിരിക്കും നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. Is each of the following statements about sales tax true or false? സെയിൽസ് ടാക്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സെയിൽസ് ടാക്സ് ഈസ് എൻ എക്സ്പെൻസ് ടു ദ അൾട്ടിമേറ്റ് കൺസ്യൂമർ ഓഫ് ദ ഗുഡ്സ് പർച്ചേസ് വെൻ ദ അൾട്ടിമേറ്റ് കൺസ്യൂമർ ഈസ് നോട്ട് രജിസ്റ്റേർഡ് ഫോർ സെയിൽസ് ടാക്സ്. ഫൈനൽ കൺസ്യൂമർ, ഫൈനലി ആ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ആൾ സെയിൽസ് ടാക്സിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ഈ ഒരു സെയിൽസ് ടാക്സ് ഒരു എക്സ്പെൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ട്രൂ ആണോ? യെസ്. ആ ഒരു അൾട്ടിമേറ്റ് കൺസ്യൂമറെ സംബന്ധിച്ച് അയാൾ സെയിൽസ് ടാക്സിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ഒരിക്കലും ഈ ഒരു വാങ്ങിയ ഐറ്റത്തിൻ്റെ സെയിൽസ് ടാക്സ് റിട്ടേൺ കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സെയിൽസ് ടാക്സ് റിട്ടേൺ കിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അയാളെ സംബന്ധിച്ച് അത് എന്താണ്? എക്സ്പെൻസ് ആണ്. സോ ഇതെന്താണ്? ട്രൂ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്? സെയിൽസ് ടാക്സ് ഈസ് റെക്കോർഡഡ് ആസ് ഇൻകം ഇൻ ദ അക്കൗണ്ട്സ് ഓഫ് ദ എൻറ്റിറ്റി സെല്ലിംഗ് ദ ഗുഡ്സ്. ഗുഡ്സ് സെല് ചെയ്യുന്ന ഓർഗനൈസേഷനെ സംബന്ധിച്ച് സെയിൽസ് ടാക്സ് ഒരു ഇൻകം ആണോ? ഇല്ല. സെയിൽസ് ടാക്സ് കളക്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യാനുള്ളതാണ്. അതൊരിക്കലും കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരുടെ ഇൻകം അല്ല. സോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആയിരിക്കും വരുന്നത്. And next question, using the table below, identify whether the following general ledger account will appear on the debit or credit side of the trial balance. കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സെയിൽസ് എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സെയിൽസ് റിട്ടേൺ എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പർച്ചേസിൻ്റെ ബാലൻസ് എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. പർച്ചേസ് റിട്ടേണോ ക്രെഡിറ്റ് ബാലൻസ് ആണ് നമുക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. പ്രയർ ടു ദ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ഓഫ് 31st July 2009, Canon company has received a claim of $1 lakh from a customer for providing poor quality goods which have damaged the customer's plant and equipment. അപ്പോൾ നമ്മുടെ കാനോൺ കമ്പനിക്കെതിരെ എന്ത് ചെയ്യാണ്? കസ്റ്റമർ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുകയാണ്. അവർ കൊടുത്ത ഗുഡ്സിന് ക്വാളിറ്റി ഇല്ല, അത് കാരണം ഒരു 1 lakhൻ്റെ ലോസ് ക്ലെയിം ചെയ്യുകയാണ്. കാനോൺ കമ്പനീസ് ലോയേഴ്സ് ഹാവ് സ്റ്റേറ്റഡ് ദാറ്റ് ദർ ഇസ് എ 20% ചാൻസ് ദാറ്റ് കാനോൺ കമ്പനി വിൽ സക്സസ്ഫുള്ളി ഡിഫെൻഡ് ദ ക്ലെയിം. അപ്പോൾ ഈ കമ്പനിയുടെ ലോയർ പറയുന്നത് എന്താണ്? ഇവർ ഈ കേസ് വിൻ ചെയ്യാനായിട്ട് എത്ര പെർസെൻറ്റേജ് ചാൻസ് ഉള്ളൂ? 20% ഉള്ളൂ. അപ്പോൾ ബാക്കി 80% എന്താണ്? ഈ ഒരു കേസ് അവർ ഫെയിൽ ആവാനുള്ള ചാൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ദ കറക്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ ദ ക്ലെയിം ഇൻ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st July 2029. അപ്പോൾ 31st July 2029 നമ്മൾ ഇത് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ കറക്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നാണ്. ഇവിടെ ഈ ഒരു കേസ് ഇവർ ഫെയിൽ ആകാനായിട്ടും അതുപോലെ ഈ ഒരു കോമ്പൻസേഷൻ പേ ചെയ്യാനുമായിട്ടുള്ള പ്രോബബിലിറ്റി എന്താണ്? 80% ഇവർ കേസ് ഫെയിൽ ആകുക, അതായത് ഈ ഒരു ക്ലെയിം കൊടുക്കേണ്ട വരും എന്നുള്ളത് എന്താണ്? പ്രോബബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് അവിടെ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? Canon company should provide the expected cost of the claim of $1 lakh. അതായത് ഒരു 1 lakh ഓൾറെഡി എന്താണ് അവിടെ ഇങ്ങനൊരു കേസ് ഓൾറെഡി വന്നിട്ടുണ്ട്, ഒരു എക്സിസ്റ്റിംഗ് കണ്ടീഷൻ അവിടെ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 80% ഉണ്ട്. അത് പ്രോബബിൾ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു 1 lakhൻ്റെ എക്സ്പെക്റ്റഡ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 4 ആണ് കറക്റ്റ് വരുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? ഡിസ്ക്ലോസ് എ കണ്ടിജന്റ് ലയബിലിറ്റി. കണ്ടിജന്റ് ലയബിലിറ്റി ആയിട്ട് നമ്മളിത് റെക്കോർഡ് ചെയ്യാനായിട്ട് ഇവിടെ പ്രോബബിലിറ്റി ഹൈ ആണ്, 80% ആണ്, പ്രോബബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിജന്റ് ലയബിലിറ്റി ആയിട്ട് ജസ്റ്റ് നോട്ടിൽ കാണിച്ചാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമുക്കതൊരു ആ ഒരു ഔട്ട്ഫ്ലോ വരുമെന്നുള്ളത് പ്രോബബിൾ ആണ്. അതുപോലെ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ട്. അതുപോലെ നമുക്കത് റിലയബിളി അത് എസ്റ്റിമേറ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്,
Gareth, who is registered for sales tax, purchased a computer for use in his business. The invoice for the computer showed the following costs related to the purchase. അപ്പോൾ പർച്ചേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കോസ്റ്റ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ഇതിൽ, ഹൗ മച്ച് ഷുഡ് ക്യാപിറ്റലൈസ് ദസ് ഇൻ നോൺ കറൻറ്റ് അസറ്റ് ഇൻ റിലേഷൻ ടു ദ പർച്ചേസ്. അപ്പോൾ ഈ പർച്ചേസുമായിട്ട് റിലേറ്റ് ചെയ്ത് എത്ര എമൗണ്ട് നോൺ കറൻറ്റ് അസറ്റായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കൊരു നോൺ കറൻറ്റ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏതൊക്കെ കോസ്റ്റ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം? ജസ്റ്റ് പർച്ചേസ് കോസ്റ്റ് മാത്രമല്ല, നമ്മുടെ ആ ഒരു അസറ്റ് നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനിൽ എവിടെയാണോ ഫിക്സ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഫിക്സ് ചെയ്യുന്ന വരെയുള്ള, ഇൻസ്റ്റാൾ ചെയ്യുന്ന വരെയുള്ള കോസ്റ്റുകൾ, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മുതൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വരെയുള്ള കംപ്ലീറ്റ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു നോൺ കറൻറ്റ് അസറ്റിൻ്റെ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് ക്യാപിറ്റലൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഹാർഡ്വെയർ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നോൺ കറൻറ്റ് അസറ്റിൻ്റെ കോസ്റ്റായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് കോസ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഡെലിവറി എക്സ്പെൻസ്, ഇൻസ്റ്റാളേഷൻ എക്സ്പെൻസ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാം. പക്ഷേ ഇവിടെ മെയിൻ്റനൻസ് എന്താണ്, 1 ഇയറിലേക്കാണ്. അത് ഒരു വർഷമേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് അത് ക്യാപിറ്റലൈസ് ചെയ്യില്ല. അതുപോലെ സെയിൽസ് ടാക്സ് നമുക്ക് റിട്ടേൺ കിട്ടാനുള്ളതാണ്, അതും നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യില്ല. സോ ബാക്കി എത്രയാണ്, 890 + 95 + 10 + 20 നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാവുന്ന എക്സ്പെൻസ് എത്രയാണ്, 1015 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന നോൺ കറൻറ്റ് അസറ്റ് കോസ്റ്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്, AIMCO has an overdraft as per the bank statement of $3,860. The following bank reconciliation statement has been prepared incorrectly by a trainee accountant. അപ്പോൾ ഈ ഒരു എയിംകോയെ സംബന്ധിച്ച് അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമുള്ള ഇപ്പോഴത്തെ ബാലൻസ് എത്രയാണ്, 3860 ആണ്. പോസിറ്റീവ് ബാലൻസ് ആണോ? അല്ല, ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാലൻസ് നെഗറ്റീവാണ്. അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല, ബാലൻസ് നെഗറ്റീവ് പോയിട്ടുണ്ട്, അപ്പോൾ നെഗറ്റീവ് ബാലൻസ് ആണുള്ളത്. ദെൻ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ട്രെയിനിൽ തയ്യാറാക്കിയത് മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ നമ്മുടെ അടുത്ത് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എമൗണ്ട് എത്രയാണ്, നെഗറ്റീവാണ്. -3860 ആണ് വരുന്നത്. ഇനി അൺപ്രസൻറ്റഡ് ചെക്ക്. എന്താ അൺപ്രസൻറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ബിസിനസ് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യുന്നു, ചെക്ക് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്ക് പ്രകാരം നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ അക്കൗണ്ട്സിൽ ആ ഒരു ബാലൻസ് കുറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ബാലൻസ് കുറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് ചെയ്യാനായിട്ട് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നൂടെ ആ ഒരു ചെക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു, പക്ഷേ അത് ചെക്ക് മാറി ക്യാഷ് പോയിട്ടില്ല, അപ്പോൾ ആ ഒരു എമൗണ്ട് കുറച്ചേക്കാം. ദെൻ നെക്സ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ലോഡ്ജ്മെൻറ്റ്സ്. അതായത് കമ്പനിയെ സംബന്ധിച്ച് കമ്പനിക്ക് ഒരു ചെക്ക് റിസീവ് ചെയ്തു, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷേ ബാങ്കിൽ നിന്ന് അത് എന്ത് ചെയ്തിട്ടില്ല, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ആ ഒരു റെസിപ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ റെസിപ്റ്റ് വരാത്തപ്പോൾ എന്തായിരിക്കും, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ആ ബാലൻസ് കുറഞ്ഞിരിക്കുകയായിരിക്കും, പക്ഷേ നമ്മുടെ ക്യാഷ് ബുക്കിൽ നമ്മളത് റിസീവ് ചെയ്തു, ബാലൻസ് കൂടിയിരിക്കുകയായിരിക്കും. അപ്പോൾ കറക്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ലോഡ്ജ്മെൻറ്റ്സ് ആഡ് ചെയ്യുക, 16,690. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ക്യാഷ് അറ്റ് ബാങ്ക് എത്രയായിരിക്കും? ഇവിടെ മിസ്റ്റേക്ക് വന്നത് എന്താണ്, ഫസ്റ്റത്തെ ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ നെഗറ്റീവ് ബാലൻസ് എടുക്കണം, അത് മാത്രമാണ് നമുക്ക് ഈ ഒരു ട്രെയിനിങ് ചെയ്തതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ -3860 -9160 plus 16,690 എത്രയായിരിക്കും നമുക്ക് ബാലൻസ് വരുന്നത്? +3,670 ആയിരിക്കും ബാലൻസ് വരാം. ഇതിലാണ് ക്യാഷ് അറ്റ് ബാങ്ക് $3,670 ആയിരിക്കും നമുക്ക് എന്ത് വരാം, ബാലൻസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്, വിച്ച് 2 ഓഫ് ദി ഫോളോവിങ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു എൻഷ്യൂർ ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ. ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? കംപ്ലീറ്റ്നെസ്സും ന്യൂട്രാലിറ്റിയാണ്. അക്രൂവൽസും ഗോയിങ് കൺസേൺസും വരുന്നില്ല. കംപ്ലീറ്റ്നെസ് ആൻഡ് ന്യൂട്രാലിറ്റി ആണ് നമുക്ക് എന്ത് വരാം, ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്, നമുക്കൊരു ട്രേഡ് റിസീവബിൾസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് what should the closing balance be when all the errors in the trade receivable general ledger account has been corrected.
അപ്പോൾ ഈ ഒരു റിസീവബിൾസ് അക്കൗണ്ടിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ആ ഒരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ബാലൻസ്, ഇവിടെ ഓൾറെഡി ഒരു ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. പക്ഷേ ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ അതിലെന്തുണ്ട്, കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ബാലൻസ് ഒരു ട്രേഡ് റിസീവബിൾ അക്കൗണ്ട് വരച്ച് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്രേഡ് റിസീവബിൾസ് അക്കൗണ്ട് എന്ത് അക്കൗണ്ടാണ്? കറൻറ്റ് അസറ്റ് ആണോ, കറൻറ്റ് ലയബിലിറ്റി അക്കൗണ്ട് ആണോ? എന്ത് അക്കൗണ്ടാണ്? ഒരു കറൻറ്റ് അസറ്റ് അക്കൗണ്ട് ആണല്ലേ. നമ്മൾ കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്തു, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നമുക്ക് കിട്ടാനുള്ള റിസീവ് ചെയ്യാനുള്ള എമൗണ്ടിൻ്റെ അക്കൗണ്ടാണ് റിസീവബിൾസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കറൻറ്റ് അസറ്റ് അക്കൗണ്ടാണ്. ഇതിൽ ബാലൻസ് ബ്രോഡ് ഫോർവേഡ്, ഓപ്പണിംഗ് ബാലൻസ് എവിടെ തന്നെയായിരിക്കും, ഡെബിറ്റ് സൈഡിൽ തന്നെയായിരിക്കും. കറക്റ്റാണ്, നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ബാലൻസ് ബ്രോഡ് ഫോർവേഡ് എത്രയാണ്? 308,600 കറക്റ്റാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ക്രെഡിറ്റ് സെയിൽസ് 150 to 800 ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ റിസീവ് ചെയ്യാനുള്ള എമൗണ്ട് കൂടാണ്. ക്രെഡിറ്റ് സെയിൽസ് വന്നാൽ കസ്റ്റമർ ക്യാഷ് തന്നിട്ടുള്ള ഫ്യൂച്ചറിൽ തരണം, റിസീവബിൾസ് കൂടുന്നു, നമുക്ക് ഡെബിറ്റ് ചെയ്യാം. ക്രെഡിറ്റ് സെയിൽസ് ഡെബിറ്റ് ചെയ്യും. ക്യാഷ് സെയിൽസ് റിസീവബിൾസ് അക്കൗണ്ടിൽ കാണിക്കണോ? ട്രേഡ് റിസീവബിൾസ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്ന എന്തായിരിക്കും? ക്രെഡിറ്റ് സെയിൽസ് മാത്രമാണ്. കാരണം ക്യാഷ് സെയിൽസിൽ അപ്പം തന്നെ നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്, പിന്നെ റിസീവ് ചെയ്യാനൊന്നുമില്ല. സോ ക്യാഷ് സെയിൽസ് ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് കോൺട്രാ എഗനിസ്റ്റ് ട്രേഡ് പേയബിൾസ്. ട്രേഡ് പേയബിൾസിന് എഗനിസ്റ്റ് ആയിട്ട് റിസീവബിൾസ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും, അതായത് 4,600 കൊടുക്കാനുണ്ട്, 4,600 കിട്ടാനുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു. റിസീവബിൾസിൻ്റെ ബാലൻസ് കുറയും. റിസീവബിൾസിൻ്റെ ബാലൻസ് കുറയുമ്പോൾ ഡെബിറ്റ് ആണോ? അല്ല, എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും വരിക. അപ്പോൾ 4,600 കോൺട്രാ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ഡെബിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ കറക്റ്റ് എന്താണ്? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു മിസ്റ്റേക്ക് നമ്മൾ കറക്റ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ക്രെഡിറ്റ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എമൗണ്ട് ക്യാഷ് റിസീവ് ചെയ്യുന്നു. ക്രെഡിറ്റ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്യുന്നു 147,200. നമുക്ക് ബാലൻസ് കുറയും, നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഓൺ ഓവർ ഡ്യൂ അക്കൗണ്ട്. നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് ഓവർ ഡ്യൂ ആയതിന് നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന ടൈമിൽ എന്താണ്? കിട്ടാനുള്ള എമൗണ്ട് കൂടുകയല്ലേ ചെയ്യാം. കൂടുമ്പോൾ എന്താണ്? ഡെബിറ്റ് ആണോ? കൂടുമ്പോൾ എന്താണ്? ക്രെഡിറ്റ് ആണോ? അല്ല, എന്തായിരിക്കും? ഇത് ഡെബിറ്റിലായിരിക്കും. ഇൻട്രസ്റ്റ് കിട്ടാനുള്ള എമൗണ്ട് കൂടുകയാണ്, അതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം? ഈ ഒരു 2,400 നമുക്ക് ഡെബിറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഇറിക്കവറബിൾ ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നു. ബാലൻസ് കുറയും. ബാലൻസ് കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് ചെയ്യാം. 4,900 ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് അലവൻസ് ഫോർ ഇറിക്കവറബിൾ ഡെപ്റ്റ്. ഇത് ട്രേഡ് റിസീവബിൾസ് അക്കൗണ്ടിൽ കാണിക്കുമോ? ഇല്ല, അലവൻസ് കാണിക്കില്ല. സോ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിനി എന്ത് ചെയ്യാം? നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാം. 308,600 പ്ലസ് 152,800 പ്ലസ് 2,400. ഡെബിറ്റ് സൈഡ് ടോട്ടൽ 463,800 വരുന്നു. ദെൻ അതിൽ നിന്ന് ക്രെഡിറ്റ് സൈഡിലെ ഫിഗേഴ്സ് കുറയ്ക്കാം. -4,600 മൈനസ് 147,200 മൈനസ് 4,900 എത്രയായിരിക്കും ബാലൻസ് വരുന്നത്? 307,100 ആണെന്ത് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് വരുന്നത്. ക്ലോസിംഗ് ബാലൻസ് എത്രയാണ് വരുന്നത്? $307,100 ആണ് നമുക്ക് എന്ത് വരുന്നത്? നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. ആർ ദി ഫോളോവിങ് മെറ്റീരിയൽസ് ഇവൻറ്റ്സ് ദാറ്റ് ഹാവ് ഒക്കേർഡ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് ഡേറ്റ് ആൻഡ് ബിഫോർ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ അപ്രൂവ്ഡ് അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ്. എപ്പോഴാണ് ഇവൻറ്റ്സ് അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ആകുന്നത്? ഓൾറെഡി റിപ്പോർട്ടിംഗ് ഡേറ്റിൽ ഉണ്ടായിരുന്ന ഒരു ഇവൻറ്റ്, അതിന് പിന്നീട് നമ്മൾ അതിൻ്റെ എവിഡൻസ് കിട്ടുകയാണ് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പ്. അതാണ് നമ്മൾ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ്, എവാലുവേഷൻ ഓഫ് പ്രോപ്പർട്ടി പ്രൊവൈഡിങ് എവിഡൻസ് ഓഫ് ഇമ്പയർമെൻറ്റ് ഇൻ വാല്യൂ അറ്റ് ദ റിപ്പോർട്ടിംഗ് ഡേറ്റ്. നമുക്ക് ഓൾറെഡി റിപ്പോർട്ടിംഗ് ഡേറ്റിൽ ഉണ്ടായിരുന്ന ഒരു അസറ്റിന് പിന്നീട് വാലുവേഷൻ നടത്തുമ്പോൾ ഇമ്പയർമെൻറ്റ് ഓഫ് ലോസിന് എവിഡൻസ് കിട്ടുന്ന എന്താണ്? അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആണ്. എസ് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് എന്താണ്? എ സെയിൽ ഓഫ് ഇൻവെൻട്രി ഹെൽഡ് അറ്റ് ദ റിപ്പോർട്ടിംഗ് ഡേറ്റ് ഫോർ ലെസ് ദാൻ കോസ്റ്റ്. നമ്മൾ റിപ്പോർട്ടിംഗ് ഡേറ്റിൽ ഉണ്ടായിരുന്ന ഒരു അസറ്റ് എന്ത് ചെയ്യാണ്? ലെസ് ദാൻ കോസ്റ്റിലും കുറവായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സെല്ല് ചെയ്യാണ്. അപ്പോൾ അതിനും നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആണ്. കാരണം ഓൾറെഡി റിപ്പോർട്ടിംഗ് ഡേറ്റിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ കുറയുന്നതിനുള്ള എവിഡൻസ് നമുക്ക് പിന്നീട് കിട്ടുന്നു. ദെൻ നെക്സ്റ്റ്, ഡിസ്കവറി ഓഫ് ഫ്രോഡ് ഓർ എറേഴ്സ് അഫക്റ്റിംഗ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇസ്, അതിന് നമുക്ക് അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആണ്.
ദെൻ നെക്സ്റ്റ് എന്താണ് ദ ഇൻസോൾവൻസി ഓഫ് കസ്റ്റമർ വിത്ത് എ ഡെപ്റ്റ് ഓവിങ് അറ്റ് ദ റിപ്പോർട്ടിംഗ് ഡേറ്റ് വിച്ച് ഈസ് സ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിങ്. ഓൾറെഡി റിപ്പോർട്ടിംഗ് ഡേറ്റിൽ നമുക്ക് ക്യാഷ് തരാനായിട്ടുണ്ടായിരുന്ന ഡെപ്റ്റ് ഉണ്ടായിരുന്ന ഒരു കസ്റ്റമർ പിന്നീട് ഇൻസോൾവൻ്റ് ആകുന്നു. അപ്പോൾ റിപ്പോർട്ടിംഗ് ഡേറ്റിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഇവൻറ്റിന് പിന്നീട് കിട്ടുന്ന എവിഡൻസ് ആണ്. അതും എന്താണ് അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആണ്. സോ എല്ലാം എസ് ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. എ കമ്പനി വാല്യൂ ഇറ്റ്സ് ഇൻവെൻട്രി ഓഫ് എൻജിൻസ് യൂസിങ് ഫിഫോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് വെച്ചിട്ടാണ് ഒരു കമ്പനി അതിൻ്റെ ഇൻവെൻട്രി വാലുവേഷൻ നടത്തുന്നത്. അറ്റ് 1st May 2025 ദ കമ്പനി ഹാഡ് 700 എൻജിൻസ് ഇൻ ഇൻവെൻട്രി. അപ്പോൾ ഓപ്പണിങ്ങിൽ 700 എൻജിൻസ് ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ച് ട്രാൻസാക്ഷൻസ് നടന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ കമ്പനീസ് ക്ലോസിംഗ് ഇൻവെൻട്രി ഓഫ് എൻജിൻ അറ്റ് 30th April 2026. ക്ലോസിങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു പീരീഡ് ക്ലോസ് ചെയ്യുമ്പോൾ ക്ലോസിംഗ് ഇൻവെൻട്രിയുടെ വാല്യൂ ആണെന്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്ലോസിംഗ് ഇൻവെൻറ്ററി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ക്ലോസിംഗ് ഇൻവെൻട്രി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇത് ഫിഫോ മെത്തേഡാണല്ലേ. അപ്പോൾ ഫിഫോ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലോസിംഗ് ഇൻവെൻട്രി ആയിട്ട് ഉള്ളത് ഏതായിരിക്കും? ആദ്യം വന്നത് ആദ്യം പോകും. അപ്പോൾ ക്ലോസിംഗ് ഇൻവെൻട്രി ആയിട്ടുള്ളത് എന്തായിരിക്കും? ലാസ്റ്റ് വന്നതായിരിക്കും ക്ലോസിംഗ് ഇൻവെൻട്രി ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ 1st May 2025 1st May 2025 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എത്ര ഉണ്ടായിരുന്നു? 700 എൻജിൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 190 ആയിരുന്നു. 700 എൻജിൻ 190 ആയിരുന്നു വാല്യൂ ഉണ്ടായിരുന്നത്. പിന്നെ 2025 1st ജൂലൈ 2025 നമ്മൾ അടുത്ത പർച്ചേസ് ചെയ്തു. എത്രയാണ് പർച്ചേസ് ചെയ്തത്? 500 എൻജിൻസ് പർച്ചേസ് ചെയ്യുന്നു. അതിൻ്റെ റേറ്റ് എത്രയായിരുന്നു? 220 ആയിരുന്നു റേറ്റ്. ദെൻ നെക്സ്റ്റ് 1st November നമ്മൾ എന്ത് ചെയ്യുന്നു? 1st November 2025 ഇതിൽ നിന്നും എന്ത് ചെയ്യുന്നു? 400 എൻജിൻസ് നമ്മൾ സെയിൽ ചെയ്യുന്നു. 400 എൻജിൻസ് നമ്മൾ സെയിൽ ചെയ്യുന്നു. വീണ്ടും 26 എത്തി. 1st February 26 എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? 300 എൻജിൻസ് പർച്ചേസ് ചെയ്യുന്നു. 300 എൻജിൻസ് പർച്ചേസ് ചെയ്യുന്നു. അതിൻ്റെ റേറ്റ് എത്രയായിരിക്കും? 230 ആയിരിക്കും വരുന്നത്. ദെൻ നെക്സ്റ്റ് 15th April എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 250 എൻജിൻസ് സെയിൽ ചെയ്യുന്നു. അപ്പോൾ ആക്ച്വലി ഇവിടെ ക്ലോസിംഗ് ഇൻവെൻട്രി ആയിട്ട് എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടാകും? ആദ്യം ഒരു 700 ഉണ്ടായിരുന്നു, പ്ലസ് പിന്നെ ഒരു 500 വന്നു. അതിൽ നിന്നൊരു 400 സെൽ ചെയ്തപ്പോൾ അത് കുറച്ചു. ദെൻ പ്ലസ് 300 മൈനസ് 250 850 യൂണിറ്റ്സ് ആയിരിക്കും ആക്ച്വലി നമ്മുടെ കയ്യിൽ എന്തായിട്ടുണ്ടാവുക? ക്ലോസിംഗ് ഇൻവെൻട്രി ആയിട്ട് ഉണ്ടാവുക. പക്ഷെ നമുക്കതിൻ്റെ വാല്യൂ ആണ് അറിയേണ്ടത്. അപ്പോൾ ക്ലോസിംഗ് ഇൻവെൻട്രിയുടെ വാല്യൂ നമ്മൾ ഫിഫോ മെത്തേഡ് ആണെങ്കിൽ ആദ്യം വന്ന ഇൻവെൻട്രി എന്ത് ചെയ്തു? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ആദ്യം വന്നത് ആദ്യം പോയി. അപ്പോൾ ബാലൻസ് ഉള്ള ലാസ്റ്റ് ഉള്ള 850യുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് വന്ന ഇൻവെൻട്രിയുടെ വാല്യൂ ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് വന്ന ഇൻവെൻട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു 300 വന്നിട്ടുണ്ട്. അപ്പോൾ 300 നമുക്ക് എടുക്കാം. ദെൻ പിന്നെ തൊട്ട് പുറകിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഒരു 500 ആയിരുന്നു. അതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 800 ആയി. പിന്നെ അതിന് മുമ്പ് വന്ന സ്ലോട്ടിൽ നിന്ന് ഒരു 50. അപ്പോൾ 850 എന്ന് പറയുന്നത് ഏത് വാല്യൂവിലാണ്? 50 യൂണിറ്റ്സ് 190 വാല്യൂവിലും 500 220ലും 300 230ലും ആയിരിക്കും നമ്മുടെ ക്ലോസിംഗ് ഇൻവെൻട്രി ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ക്ലോസിംഗ് ഇൻവെൻട്രി 850 യൂണിറ്റ്സ്. ആദ്യത്തെ സ്ലോട്ടിൽ നിന്നും 50 യൂണിറ്റ്സ് അതിൻ്റെ വാല്യൂ 190 ആണ്. പിന്നത്തെ സ്ലോട്ടിൽ നിന്നും ഒരു 500 യൂണിറ്റ്സ് അതിൻ്റെ വാല്യൂ 220 ആണ്. പിന്നത്തെ സ്ലോട്ടിൽ നിന്നും ഒരു 300 അതിൻ്റെ വാല്യൂ എത്രയാണ്? 230 ആണ് വരുന്നത്. സോ നമ്മുടെ ക്ലോസിംഗ് ഇൻവെൻട്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 50 × 190 plus 500 into 220 plus 300 into 230. നമ്മുടെ ക്ലോസിംഗ് ഇൻവെൻട്രിയുടെ വാല്യൂ വരുന്നത് എത്രയാണ്? 188,500 1,88,500 ആണെന്ത് നമ്മുടെ ക്ലോസിംഗ് ഇൻവെൻറ്ററിയുടെ വാല്യൂ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. ആമി ഈസ് എ സോൾ ട്രേഡർ ആൻഡ് ഹാഡ് അസറ്റ്സ് ഓഫ് $5,69,400 ആൻഡ് ലയബിലിറ്റീസ് ഓഫ് $4,12,840 on 1st January 2028. During the year entered 31st December 2028, she paid $65,000 capital into the business and drawings were $800 per month. അപ്പോൾ ഇതിൽ എന്താണ്
നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ആമീസ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2028. അപ്പോൾ ഈ ഒരു വർഷത്തെ 2028 ഓപ്പണിങ്ങും ക്ലോസിംഗ് ബാലൻസും നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് എന്താണ് അറിയേണ്ടത്? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കറൻറ്റ് ഇയറിലെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഓപ്പണിങ്ങിലെ 1st January എന്തെല്ലാം ഡീറ്റെയിൽസ് നമുക്കറിയാം. 1st January നമുക്ക് അസറ്റ് എത്രയുണ്ടായിരുന്നു? $569,400 ആയിരുന്നു അസറ്റ് ഉണ്ടായിരുന്നത്. ലയബിലിറ്റീസ് എത്രയുണ്ടായിരുന്നു? ലയബിലിറ്റീസ് എന്ന് പറയുന്നത് 4,12,840 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ എത്രയായിരിക്കും? ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് അസറ്റ്സിന് ഈക്വൽ ആണ്. അപ്പം നമ്മുടെ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? അസറ്റ്സിൽ നിന്നും ഈ ഒരു ലയബിലിറ്റീസ് കുറയ്ക്കുന്നതായിരിക്കും. അസറ്റിൽ നിന്ന് ലയബിലിറ്റീസ് കുറയ്ക്കുമ്പോൾ നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓപ്പണിംഗ് നെറ്റ് അസറ്റ് എത്രയായിരിക്കും വരുന്നത്? 569,400 മൈനസ് 412,840. നമ്മുടെ ഓപ്പണിംഗ് നെറ്റ് അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 156,560 1,56,560 ആണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ വരുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് അഡീഷണൽ ക്യാപിറ്റലായിട്ട് ആ ഒരു വർഷം എത്ര കൂടി കൊണ്ടുവന്നിട്ടുണ്ട്? ഓപ്പണിംഗ് ഒരു 1,56,560 ഉണ്ടായിരുന്നു. അത് കൂടാതെ ആ ഒരു ഇയറിൽ ഒരു 65,000 എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? അഡീഷണൽ ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ ഡ്രോവിങ്സ് എത്രയാണ്? ഡ്രോവിങ്സ് വിഡ്രോ ചെയ്തിരിക്കുന്നത് $800 ആണ്. ഇയറിൽ 800 ആണോ? അല്ല, 800 പെർ മന്ത് ആണ്. അപ്പോൾ ആ ഒരു വർഷം ഫുൾ ഡ്രോവിങ്സ് ആയിട്ട് വിഡ്രോ ചെയ്തിരിക്കുന്നത് എത്രയായിരിക്കും? 800 ഇൻറ്റു 12 ആയിരിക്കും നമുക്ക് ആ ഒരു ഇയറിൽ ഡ്രോവിങ്സ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 9,600 ആയിരിക്കും വരുന്നത്. ഇനി ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയായിരിക്കും? ക്ലോസിംഗ് അസറ്റ് നമുക്കറിയാം. ക്ലോസിംഗ് അസറ്റ് വരുന്നത് 614130 ആണ്. ദെൻ ലയബിലിറ്റീസ് വരുന്നത്, ക്ലോസിംഗ് ലയബിലിറ്റീസ് വരുന്നത് 369,770 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്ലോസിംഗ് നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 614130 മൈനസ് 369,770 ഒരു 2,44,360 ആണ് നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്ലോസിംഗ് നെറ്റ് അസറ്റ് വരുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ അറിയാം, ക്ലോസിംഗ് ക്യാപിറ്റൽ അറിയാം, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് അറിയാം, ഡ്രോവിങ്സ് അറിയാം. അങ്ങനെയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ക്ലോസിംഗ് നെറ്റ് അസറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പണിംഗ് നെറ്റ് അസറ്റിൻ്റെ കൂടെ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആഡ് ചെയ്ത് പ്രോഫിറ്റും ആഡ് ചെയ്ത് ഡ്രോവിങ്സ് കുറയ്ക്കുന്നതാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ ക്ലോസിംഗ് നെറ്റ് അസറ്റ് അല്ലെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ ഇക്വേഷനായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഈക്വൽ ടു എന്തായിരിക്കും? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോസിംഗ് നെറ്റ് അസറ്റിൽ നിന്നും ഓപ്പണിംഗ് നെറ്റ് അസറ്റും അഡീഷണൽ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു, അഡീഷണൽ ക്യാപിറ്റലും ലെസ് ചെയ്യുന്നു, ഡ്രോവിങ്സ് ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് നെറ്റ് അസറ്റ് എത്രയാണ്? നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. 244,360. അതിൽ നിന്ന് ഓപ്പണിംഗ് നെറ്റ് അസറ്റ് 156,560 കുറയ്ക്കുന്നു. അതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ 65,000 കുറയ്ക്കുന്നു. ഡ്രോവിങ്സ് 9,600 ആഡ് ബാക്ക് ചെയ്യുന്നു. എത്രയായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് വരുന്നത്? 244,360 മൈനസ് 156,560 മൈനസ് 65,000 പ്ലസ് 9,600 എത്രയാണ്? 32,400 ആണ് നമുക്ക് എന്ത് വരുന്നത്? നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ കറൻറ്റ് ഇയറിലെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 32,400 ആണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. Nigel has produced his trial balance for the year ended 30th June 2025. A suspense account was included at the amount of $4,139 credit. അപ്പോൾ നമ്മൾ നൈജലിൻ്റെ ട്രയൽ ബാലൻസ് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ നമുക്കൊരു സസ്പെൻസ് അക്കൗണ്ട് ഉണ്ട്. സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് വരുന്നത് എത്രയാണ്? സസ്പെൻസ് അക്കൗണ്ടിൽ നമുക്ക് ബാലൻസ് ഉള്ളത് ഒരു $4,139 ആണ്. അത് നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നത്. വിച്ച്
of the following error could have resulted in the suspense account being required? എന്തുകൊണ്ടാണ് ഈ സസ്പെൻസ് അക്കൗണ്ടിൽ നമുക്ക് ഈ ഒരു 4139 ക്രെഡിറ്റ് വന്നത്? അതിന് കാരണമായിട്ടുള്ള എറർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് എറർ കാരണമാണ് നമ്മുടെ ഈ ഒരു സസ്പെൻസ് അക്കൗണ്ടിൽ ഈ ഒരു ക്രെഡിറ്റ് ബാലൻസ് വന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? First statement, a manual journal entry for accrued motor expense of $4,139 was correctly recognized in expenses, but the corresponding entry created the suspense account. അപ്പോൾ നമുക്ക് മോട്ടോർ എക്സ്പെൻസിൻ്റെ അക്രൂഡ് മോട്ടോർ എക്സ്പെൻസിൻ്റെ എൻട്രി പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അക്രൂഡ് മോട്ടോർ എക്സ്പെൻസ് ജേണൽ എൻട്രി എന്തായിരിക്കും? മോട്ടോർ എക്സ്പെൻസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഡെബിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അക്രൂഡ് മോട്ടോർ എക്സ്പെൻസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതാണ് ഒറിജിനലി വരേണ്ട എൻട്രി. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? അക്രൂഡ് മോട്ടോർ എക്സ്പെൻസ് വാസ് കറക്റ്റ്ലി റെക്കഗ്നൈസ്ഡ് ഇൻ എക്സ്പെൻസ് അക്കൗണ്ടിൽ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തു. അതായത് മോട്ടോർ എക്സ്പെൻസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു? $4,139 കറക്റ്റായി ഡെബിറ്റ് ചെയ്തു. പക്ഷേ കറസ്പോണ്ടിങ് എൻട്രി എന്ത് ചെയ്തില്ല? ഈ ഒരു അക്രൂഡ് എക്സ്പെൻസ് അക്കൗണ്ടിലല്ല ക്രെഡിറ്റ് ചെയ്തത്, പകരം എവിടെ ക്രെഡിറ്റ് ചെയ്തേക്കാണ്? സസ്പെൻസ് അക്കൗണ്ടിലാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തത്. സസ്പെൻസ് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സസ്പെൻസ് അക്കൗണ്ടിൽ എന്ത് വരും? ഈ ഒരു 4139 എന്ത് വരും? ക്രെഡിറ്റ് ബാലൻസ് വരും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ ഫസ്റ്റാണ് ആൻസർ. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. സെക്കൻഡ് വരുന്നത് എന്താണ്? സെക്കൻഡ്, എ പേയ്മെൻറ്റ് ഓഫ് 4139 ഫോർ വേജസ് ബീങ് റെക്കോർഡഡ് ആസ് $1,439 ഇൻ ദ വേജസ് അക്കൗണ്ട്. അപ്പോൾ വേജസ് അക്കൗണ്ടിൽ നമ്മൾ എമൗണ്ട് റെക്കോർഡ് ചെയ്തത് ആ ഒരു എൻട്രിയിൽ എന്താണ്? എമൗണ്ട് ആണ് ഇൻകറക്റ്റ് ആയിട്ട് വന്നത്. അവിടെ നമുക്ക് എന്ത് വരുന്നില്ല? സസ്പെൻസ് അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ എൻ്റർ ചെയ്ത ഡെബിറ്റും ക്രെഡിറ്റ് എമൗണ്ടിലാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ദെൻ നെക്സ്റ്റ് എന്താണ്? മാനുവൽ ജേണൽ എൻട്രി ഫോർ prepaid rent expense of $4,139 was correctly recognized against expense, but the corresponding entry created the suspense account. അപ്പോൾ നമ്മൾ പ്രീപെയ്ഡ് റെൻറ്റ് എക്സ്പെൻസിൻ്റെ ഒരു മാനുവൽ എൻട്രി പോസ്റ്റ് ചെയ്യുകയാണ്. പ്രീപെയ്ഡ് റെൻറ്റ് എക്സ്പെൻസിൻ്റെ മാനുവൽ എൻട്രി എന്തായിരിക്കും? നമ്മൾ ആ ഒരു റെൻറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഡെബിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പ്രീപെയ്ഡ് റെൻറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? പ്രീപെയ്ഡ് റെൻറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, പ്രീപെയ്ഡ് റെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. അവിടെ വാസ് കറക്റ്റ്ലി റെക്കഗ്നൈസ്ഡ് എഗനിസ്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ എക്സ്പെൻസിന് എഗനിസ്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു? എഗനിസ്റ്റ് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തത്. ക്രെഡിറ്റ് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തു. ഡെബിറ്റിൽ എക്സ്പെൻസ് അക്കൗണ്ടിന് പകരം നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഈ ഒരു സസ്പെൻസ് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ സസ്പെൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും അല്ല. ദെൻ നെക്സ്റ്റ്, ഒമിഷൻ ഓഫ് സെയിൽസ് ഇൻവോയ്സ് ഓഫ് 4139. നമ്മൾ സെയിൽസ് ഇൻവോയ്സ് റെക്കോർഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി. അവിടെയും സസ്പെൻസ് അക്കൗണ്ടിൽ എൻട്രി വരുന്നില്ല. സോ ഏതായിരിക്കും? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും നമുക്ക് എന്ത് വരാം? കറക്റ്റ് ആൻസർ വരുന്നത്. സോ എന്താണ്? നമ്മുടെ മോട്ടോർ എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്ത ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കാരണമാണ് നമുക്ക് എന്ത് വന്നത്? ആ ഒരു സസ്പെൻസ് അക്കൗണ്ടിൽ 4139 നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് വന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ്, അപ്പോൾ നമ്മുടെ എ പാർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് സെക്ഷൻ ബിയിൽ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതായത് ഓരോ ക്വസ്റ്റ്യൻസിനും നമുക്ക് 15 മാർക്കാണ് വരുന്നത്. ഈ 15 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കെസ്വിക് കമ്പനി അക്വയർഡ് 80% ഓഫ് ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ഡർവൻ കമ്പനി ഓൺ 1 ജൂൺ 2025. അപ്പോൾ നമ്മുടെ ഡർവൻ കമ്പനിയുടെ 80% ഷെയർസും അക്വയർ ചെയ്തിട്ടുണ്ട്. കെസ്വിക് അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡർവൻ്റെ എന്താണ്? സബ്സിഡിയറി കമ്പനിയായി. കെസ്വിക് എന്തായി? നമ്മുടെ പേരൻറ്റ് കമ്പനിയായി. ഓക്കെ, ദെൻ ദ ഡ്രാഫ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ എൻഡഡ് 31 May 2026 ആർ ഷോൺ ബിലോ. ഇനി ഇവരുടെ ഈ ഒരു കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നമുക്ക്
തന്നിട്ടുണ്ട്, രണ്ട് കമ്പനീസിൻ്റെയും തന്നിട്ടുണ്ട്. റവന്യൂ, കോസ്റ്റ് ഓഫ് സെയിൽസ് മുതൽ പ്രോഫിറ്റ് വരെയുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഡ്യൂറിംഗ് ദ ഇയർ കെസ്വിക് സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് $1 million ടു ഡർവൻ കമ്പനി ഫോർ എ പ്രൈസ് ഓഫ് $1.5 million. ഇനി ഈ ഒരു നമ്മുടെ ഈ ഒരു പേരൻറ്റ് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, സബ്സിഡിയറി കമ്പനിക്ക് ഒരു $1 million ഗുഡ്സ് വാല്യൂ വരുന്ന ഗുഡ്സ് സെയിൽ ചെയ്തു. അതൊരു പ്രോഫിറ്റ് ഒരു 0.5 million ആഡ് ചെയ്ത് 1.5 million ആണ് സെയിൽ നടത്തിയിരിക്കുന്നത്. ദെൻ ഇയർ എൻഡിൽ ഇതിൽ 30% ഗുഡ്സും എന്താണ്, അൺസോൾഡ് ആയിട്ട് നമ്മുടെ ഇൻവെൻറ്ററിയിലുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് താഴെ തന്നിരിക്കുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് അപ്പോൾ നമുക്കറിയാം ഇതെന്താണ്, കമ്പൈൻ ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്നത് എന്തെന്നായിരിക്കും, കൺസോൾഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്നായിരിക്കും. ഈ ഒരു പേരൻറ്റ് കമ്പനിയുടെയും സബ്സിഡിയറിയുടെയും കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് വെറും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണോ, അല്ല, കൺസോൾഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. ഇനി അത് ആസ് 31st May ആണോ അതെയോ ഫോർ ദ ഇയർ എൻഡഡ് 31st May ആണോ, ഏതായിരിക്കും? നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഇയർ എൻഡ് ആ ഒരു പീരീഡിലേക്കാണ് തയ്യാറാക്കുന്നത്. എൻഡ് ഓഫ് ദി ഡേറ്റിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഏതാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ആണ്. സോ കറക്റ്റ് ഹെഡിങ് എന്താണ്, കൺസോൾഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ എൻഡഡ് 31st May 2026. അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് ഹെഡിങ് ചൂസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് കമ്പൈൻഡ് റവന്യൂ. കമ്പൈൻഡ് റവന്യൂ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കമ്പൈൻഡ് റവന്യൂ എങ്ങനെയായിരിക്കും നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുക? റവന്യൂ, രണ്ട് കമ്പനീസിൻ്റെയും റവന്യൂ ആഡ് ചെയ്യുന്നു, അതിൽ നിന്നും എന്ത് ലെസ് ചെയ്യുക, ഇൻ്റർ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ, ഇൻ്റർ ഗ്രൂപ്പ് സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഈ കമ്പനീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ നമുക്കറിയാം ഇവിടെ കെസ്വിക് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഡർവൻ കമ്പനിക്ക് ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുണ്ട്. ആ സെയിൽ ചെയ്ത ഗുഡ്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ലെസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് റവന്യൂ വരുന്നത് എത്രയായിരിക്കും? റവന്യൂ എന്ന് പറയുന്നത് രണ്ട് കമ്പനീസിൻ്റെയും റവന്യൂ നമ്മൾ ആഡ് ചെയ്യുന്നു, 8,400 പ്ലസ് 3,200. അതിൽ നിന്നും ഇവിടെ എന്തുണ്ട്, ഇൻ്റർ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ഉണ്ട്. ഇൻ്റർ ഗ്രൂപ്പ് ട്രാൻസ്ഫർ നമുക്ക് എത്രയാണ് വരുന്നത്, 1.5 million ആണ്. അതായത് 1000 വരുമ്പോൾ എത്രയായിരിക്കും, 1,500 എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻ്റർ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തേക്കുക, അത് ലെസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് നമുക്കവിടെ ആൻസറിൽ ഫില്ല് ചെയ്യാം. ആൻസറിൽ നമ്മൾ ഓപ്ഷൻ നോക്കുക. റവന്യൂൻ്റെ ഓപ്ഷൻ നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്, എമൗണ്ട് ആയിട്ടല്ല. അപ്പോൾ 8,400 പ്ലസ് 3,200 മൈനസ് 1,500 ആ ഒരു ആൻസർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് സെയിൽ എത്രയായിരിക്കും? കോസ്റ്റ് ഓഫ് സെയിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കോസ്റ്റ് ഓഫ് സെയിലും നമ്മൾ ഇപ്പോൾ ആ രണ്ട് കമ്പനീസിൻ്റെയും കോസ്റ്റ് ഓഫ് സെയിൽ ആഡ് ചെയ്യുന്നു. എത്രയായിരിക്കും? ഇവിടെ 4,600 കോസ്റ്റ് ഓഫ് സെയിൽ കൺസോൾഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുമ്പോൾ 4,600 പ്ലസ് 1,700 ആഡ് ചെയ്യുന്നു. അതിൽ നിന്നും ഇൻ്റർ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് എത്രയാണ്, ഒരു 1,500 ഉണ്ട്, അത് നമ്മൾ ലെസ് ചെയ്യുന്നു. ദെൻ എന്ത് ആഡ് ബാക്ക് ചെയ്യുക, നമുക്ക് ഇയർ എൻഡിൽ ഇൻവെൻട്രി ഉണ്ട്, അൺസോൾഡ് ഇൻവെൻട്രി ഉണ്ട്, അതിലെ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ബാക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എത്രയായിരുന്നു, നമുക്ക് 100,000 കോസ്റ്റ് വരുന്ന ഗുഡ്സ് നമ്മൾ 500,000 സെല് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിതിൽ പ്രോഫിറ്റ് വരുന്നത് എത്രയാണ്, ഒരു 500,000 ആണെന്ത് നമുക്ക് പ്രോഫിറ്റ് ടോട്ടൽ വന്നത്. അതിൽ എത്ര ഗുഡ്സാണ് നമുക്ക് അൺസോൾഡ് ആയിട്ടുള്ളത്, 30% ഗുഡ്സാണ് നമുക്ക് റിമെയിൻ അൺസോൾഡ് ആയിട്ടുള്ളത്. അപ്പോൾ 500 ഇൻറ്റു 30%, അപ്പോൾ പ്ലസ് 50K ആയിരിക്കും, 50,000 ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്, കോസ്റ്റ് ഓഫ് സെയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. കോസ്റ്റ് ഓഫ് സെയിൽ എത്രയാണ് വരുന്നത്, നമ്മുടെ രണ്ട് കമ്പനീസിൻ്റെയും പേരൻറ്റ് കമ്പനിയുടെയും സബ്സിഡിയറി കമ്പനിയുടെയും കോസ്റ്റ് ഓഫ് സെയിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. 4,600 പ്ലസ് 1,700, അതിൽ നിന്ന് ഇൻ്റർ ഗ്രൂപ്പ് ട്രാൻസ്ഫർ 1,500 ലെസ് ചെയ്യുന്നു, പ്ലസ് നമ്മുടെ അൺസോൾഡ് ഇൻവെൻട്രിയിൽ നമുക്ക് വന്നിരിക്കുന്ന പ്രോഫിറ്റ് ആഡ് ബാക്ക് ചെയ്യുന്നു. ഇതാണെന്ത്, കോസ്റ്റ് ഓഫ് സെയിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, നെക്സ്റ്റ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് സെയിലാണ്. അപ്പോൾ ഇവിടെ റവന്യൂ എത്രയാണ് നമുക്ക് വരുന്നത്, 8,400 പ്ലസ് 3,200 മൈനസ്
4,500. റവന്യൂ നമുക്ക് വരുന്നത് എത്രയാണ്? 10,200 ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്? 10,100 ആണ് നമുക്ക് റവന്യൂ വരുന്നത്. ഇനി കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയായിരിക്കും വരുന്നത്? കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ്? 4,600 പ്ലസ് 1,700 മൈനസ് 1,500 പ്ലസ് 30% ഓഫ് 500, അതായത് ഒരു 150 ആയിരിക്കും വരുന്നത് ഇൻറ്റു 30% എത്രയാണ്? 4,950 ആണ് നമുക്ക് എന്ത് വരുന്നത്? കോസ്റ്റ് ഓഫ് സെയിൽസ് വരുന്നത്. അപ്പോൾ റവന്യൂവിൽ നിന്നും ഇനി എന്ത് ചെയ്യുന്നു? കോസ്റ്റ് ഓഫ് സെയിൽസ് കുറയ്ക്കുന്നു. 10,100 മൈനസ് 4,950 നമുക്ക് എത്രയായിരിക്കും ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് വരുന്നത് 5,150 ആണ് നമുക്ക് എന്ത് വരുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത്. ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല, സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. സെല്ലിംഗ് എക്സ്പെൻസ് നമുക്ക് എത്രയായിരിക്കും? സെല്ലിംഗ് എക്സ്പെൻസ് എത്രയാണ്? 1,500 പ്ലസ് കെസ്വിക്കിൻ്റെ 1,500ഉം ഡർവനിന് 510ഉം. അപ്പോൾ ടോട്ടൽ നമുക്ക് സെല്ലിംഗ് എക്സ്പെൻസ് എത്രയായിരിക്കും? 1,500 പ്ലസ് 510 എത്രയായിരിക്കും? 2010 ആണ് നമുക്ക് എന്ത് വരുന്നത്? സെല്ലിംഗ് എക്സ്പെൻസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എത്ര വരും? 700 പ്ലസ് 450 എത്രയായിരിക്കും? 1150 ആണ് നമുക്ക് എന്ത് വരുന്നത്? ഒരു മിനിറ്റ്. ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? പ്രോഫിറ്റ് ബിഫോർ ഇൻകം ടാക്സ്. പ്രോഫിറ്റ് ബിഫോർ ഇൻകം ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യുക? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലെസ് ചെയ്യുക. ഗ്രോസ് പ്രോഫിറ്റ് 5,150, അതിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസ് 2,010 കുറയ്ക്കുന്നു. അതിൽ നിന്ന് ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 1,150 കുറയ്ക്കുന്നു. ദെൻ നെക്സ്റ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് എത്ര കിട്ടി? 1,990 കിട്ടി. ഇനി ഇതിൽ നിന്നും ഇൻകം ടാക്സ് എക്സ്പെൻസസ് കുറയ്ക്കണം. ഇൻകം ടാക്സ് എക്സ്പെൻസസ് നമുക്ക് ടോട്ടൽ എത്രയാണ് വരുന്നത്? ഇൻകം ടാക്സ് എക്സ്പെൻസ് പേരൻറ്റ് കമ്പനിക്ക് 600ഉം സബ്സിഡറി കമ്പനിക്ക് 140 ആണ്. അപ്പോൾ 600 പ്ലസ് 140 എത്രയാണ്? 740 ആണെന്ത് നമ്മുടെ ഇൻകം ടാക്സ് എക്സ്പെൻസസ് വരുന്നത്. സോ നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ഇൻകം ടാക്സ് 1,190 നിന്നും ഇൻകം ടാക്സ് എക്സ്പെൻസ് 740 കുറയ്ക്കുന്നു. ദെൻ നെക്സ്റ്റ് നെറ്റ് പ്രോഫിറ്റ് എത്രയായിരിക്കും? 1,250 ആയിരിക്കും വരുന്നത്. ഇനി ഇതിൽ നിന്നും പേരൻറ്റ് കമ്പനിക്കുള്ള കോൺട്രിബ്യൂഷൻ എത്രയാണ്? അതുപോലെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്രയാണ്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇവിടെ എത്ര പെർസെൻറ്റേജ് ആണ് വരുന്നത്? 80% ഷെയർ ക്യാപിറ്റൽ ആണ് കെസ്വിക് കമ്പനി ഓൺ ചെയ്തിട്ടുള്ളത്, അക്വയർ ചെയ്തിട്ടുള്ളത്. സോ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 20% ആയിരിക്കും. ദെൻ നമ്മുടെ ഡർവൻകോ അല്ലെങ്കിൽ സബ്സിഡറി കമ്പനിയുടെ പ്രോഫിറ്റ് എത്രയാണ്? 400 ആണ്. അപ്പോൾ 400ൻ്റെ 20% എന്ന് പറയുമ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമുക്ക് എത്രയായിരിക്കും വരുന്നത്? 80 ആയിരിക്കും എന്ത് വരുന്നത്? നമ്മുടെ ഈ ഒരു നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന് എമൗണ്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പേരൻറ്റ് കമ്പനിക്ക് അട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റിൽ നിന്നും ഈ ഒരു നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന് എമൗണ്ട് കുറയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഗ്രൂപ്പ് പ്രോഫിറ്റിൽ നിന്നും എന്താണ്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കുറയ്ക്കുന്ന എമൗണ്ട് ആണ് നമുക്ക് എന്ത് വരുന്നത്? പേരൻറ്റ് കമ്പനിക്ക് അട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആയിരുന്നു പ്രിപ്പയർ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത്. നമ്മൾ റവന്യൂ, കോസ്റ്റ് ഓഫ് സെയിൽസ് മുതൽ പ്രോഫിറ്റും അതുപോലെ പേരൻറ്റ് കമ്പനിയുടെ എമൗണ്ടും അട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള എമൗണ്ടും നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എമൗണ്ടും എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കാണാം ആൻസർ എല്ലാം ശരിയാണ്. 11 ഔട്ട് ഓഫ് 11 മാർക്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. Does the existence of each of the following factors illustrate the existence of a parent subsidiary relationship? താഴെ പറയുന്ന കാര്യങ്ങളിൽ പേരൻറ്റ് സബ്സിഡറി റിലേഷൻഷിപ്പ് വരുന്ന കേസസ് ഏതൊക്കെയാണ്? ഫസ്റ്റ്, സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അവിടെ പേരൻറ്റ് സബ്സിഡറി റിലേഷൻഷിപ്പ് വരും. നമുക്ക് മോർ ദാൻ ഒരു 20% ഷെയർസ്
അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയാം. പക്ഷേ പേരൻറ്റ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് വരണമെങ്കിൽ അവിടെ എന്ത് വേണം, മോർ ദാൻ 50% ഷെയർസ് എന്ത് ചെയ്യണം, പേരൻറ്റ് കമ്പനി അക്വയർ ചെയ്താൽ മാത്രമേ കൺട്രോൾ കിട്ടത്തുള്ളൂ, നമുക്ക് ആ ഒരു പേരൻറ്റ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് വരുന്നുള്ളൂ. സോ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പേരൻറ്റ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് വരണമെന്നില്ല. സോ ആൻസർ നോ ആയിരിക്കും. ദെൻ ഗ്രേറ്റർ ദാൻ 50% ഓഫ് ദ ഇക്വിറ്റി ഷെയർസ് ബീങ് ഹെൽഡ് ബൈ ആൻ ഇൻവെസ്റ്റർ. അപ്പോൾ മോർ ദാൻ 50% ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ പേരൻറ്റ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് വരുന്നുണ്ടാകും. ദെൻ നെക്സ്റ്റ് ഗ്രേറ്റർ ദാൻ 50% ഓഫ് പ്രെഫറൻസ് ഷെയർസ് ബീങ് ഹെൽഡ് ബൈ ആൻ ഇൻവെസ്റ്റർ. പ്രെഫറൻസ് ഷെയർസ് ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല, ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മൾ ഓണർഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത്, പേരൻറ്റ് ആൻഡ് സബ്സിഡിയറി റിലേഷൻഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ ആൻസർ നോ ആയിരിക്കും. ദെൻ 100% ഓഫ് ഇക്വിറ്റി ഷെയർസ് ബീങ് ഹെൽഡ് ബൈ ആൻ ഇൻവെസ്റ്റർ. യെസ്, മോർ ദാൻ 50% ആണ് ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എന്താണ് പേരൻറ്റ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. ദെൻ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓഫ് 10%. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് 10% ആണെങ്കിൽ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും, 90% അല്ലേ. അപ്പോൾ 90% കൺട്രോൾ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, പേരൻറ്റ് ആൻഡ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് ഉണ്ട്. ദെൻ കൺട്രോൾ വരുന്നുണ്ടെങ്കിൽ എന്താണ്, പേരൻറ്റ് ആൻഡ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. എസ് ആണ്. ഗ്രേറ്റർ ദാൻ 50% ഓഫ് പ്രെഫറൻസ് ഷെയർസ് ആൻഡ് ഡെപ്റ്റ്. പ്രെഫറൻസ് ഷെയർസും ഡെപ്റ്റ് ഒന്നും ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല, മോർ ദാൻ 50% ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്താൽ മാത്രമേ പേരൻറ്റ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് വരൂ. സോ നോ ആണ്. ദെൻ 50% ഓഫ് ഓൾ ഡെപ്റ്റ് ബീങ് ഹെൽഡ് ബൈ ആൻ ഇൻവെസ്റ്റർ. 50% ഓഫ് ഡെപ്റ്റ് വന്നിട്ട് കാര്യമില്ല, ഇക്വിറ്റി ഷെയർസ് മോർ ദാൻ 50% ഹോൾഡ് ചെയ്യണം. സോ ആൻസർ എന്തായിരിക്കും, നോ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. മാൾറൈറ്റ് കമ്പനി ഹാസ് എൻ അക്കൗണ്ടിങ് ഇയർ എൻഡ് ഓഫ് 31st October. അപ്പോൾ ഇവരുടെ അക്കൗണ്ടിങ് പീരീഡ് എൻഡ് ചെയ്യുന്നത് 31st October-നാണ്. ദ അക്കൗണ്ടൻറ്റ് ഈസ് പ്രിപ്പയറിംഗ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആസ് അറ്റ് 31st October 2027. എ ട്രയൽ ബാലൻസ് ഹാസ് ബീൻ പ്രിപ്പയർഡ് ബട്ട് നോ ഇയർ എൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഹാവ് ബീൻ മെയ്ഡ്. അപ്പോൾ നമുക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്, ഇതിൽ ഇയർ എൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഷുഡ് ഈച്ച് ഓഫ് ദി ഫോളോവിങ് എമൗണ്ട്സ് ടു ബി യൂസ് ടു ഡിറ്റർമൈൻ ദ ഫിഗേഴ്സ് ടു ബി റിപ്പോർട്ടഡ് ഓൺ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ആസ് അറ്റ് 31st October 2027 ബിഫോർ എനി ഇയർ എൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് അതാണ്. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഏതൊക്കെയായിരിക്കും. ഫസ്റ്റ്, ബിൽഡിംഗ് അറ്റ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, യെസ് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ദെൻ ബിൽഡിംഗ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അറ്റ് 1st November 26. 1st November-ലെ ഓപ്പണിംഗ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ല ക്ലോസിംഗ് ഡിപ്രിസിയേഷൻ അല്ലേ നമ്മൾ ലെസ് ചെയ്യുന്നത്, അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ പ്ലാന്റഡ് കോസ്റ്റ് എസ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ എടുക്കാം. പക്ഷേ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ 1st November-ലെ ആണോ, അല്ല നമ്മുടെ 31st October 27-ലെയാണ് നമ്മൾ എടുക്കേണ്ടത്, ക്ലോസിങ്ങിലെയാണ് എടുക്കേണ്ടത്. സോ നോ ആണ്. ബാങ്ക് ബാലൻസ് യെസ് എടുക്കാം. ദെൻ നെക്സ്റ്റ് റവന്യൂ എവിടെയാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിലാണോ, അല്ല സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലാണ്. സോ നോ കൊടുക്കുന്നു. അതുപോലെ നെറ്റ് പർച്ചേസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലാണ്, നോ കൊടുക്കാം. ഇൻവെൻട്രി അറ്റ് 1st November അതും എന്താണ്, ഓപ്പണിംഗ് ഇൻവെൻട്രി ആണ്, നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, നോ കൊടുക്കാം. ക്യാഷ് യെസ് എടുക്കാം. ട്രേഡ് പേയബിൾസ്, ട്രേഡ് റിസീവബിൾസ് എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിലെ ഐറ്റം ആണ്, എസ് കൊടുക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എവിടെയാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലാണ്, നോ കൊടുക്കാം. ദെൻ അലവൻസ് ഓഫ് ഫോർ ഇറിക്കവറബിൾ ഡെപ്റ്റ് അറ്റ് 1st November 26 ആണ്. 1st November-ൽ എടുക്കില്ല, നമുക്ക് ക്ലോസിങ്ങിലെയാണ് വേണ്ടത്, അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ റീറ്റെയിൻഡ് ഏർണിങ്സ് അറ്റ് 1st November അതും ഓപ്പണിംഗ് ആണ്, നമ്മൾ എടുക്കില്ല, ക്ലോസിങ്ങിലെയാണ് എടുക്കുക. ദെൻ ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ എസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ എടുക്കാം. ഷെയർ പ്രീമിയം അക്കൗണ്ടിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ ടാസ്ക് 2 സബ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. ദ അലവൻസ് ഫോർ ഇറിക്കവറബിൾ ഡെപ്റ്റ് ഈസ് ടു ബി ഇൻക്രീസ് ടു 5% ഓഫ് ട്രേഡ് റിസീവബിൾസ്. നമ്മൾ ഇറിക്കവറബിൾ ഡെപ്റ്റിൻ്റെ അലവൻസ് 5%, ട്രേഡ് റിസീവബിൾസിൻ്റെ 5% ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ഈ ഒരു അലവൻസ് ഫോർ ഇറിക്കവറബിൾ ഡെപ്റ്റ് നമ്മൾ P&L ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ, നമ്മൾ ഇതിൻ്റെ ജേണൽ എൻട്രി ആണ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിരിക്കുന്നത്. എന്തായിരിക്കും ഇവിടെ നമ്മുടെ
ജേണൽ എൻട്രി വരുന്നത്. നമ്മുടെ P&L ഇത് ഡെബിറ്റ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. അലവൻസ് ഫോർ ഇറക്കവറബിൾ ഡെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. സോ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാം. അലവൻസ് ഫോർ ഇറക്കവറബിൾ ഡെപ്റ്റ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ട്രേഡ് റിസീവബിൾസിൽ നോ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, റവന്യൂ അക്കൗണ്ടിലും നോ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്തുകൂടെ ചോദിച്ചിട്ടുണ്ട്, ദ എമൗണ്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആഫ്റ്റർ ദ അലവൻസ് ഈസ് ഇൻക്രീസ് ടു 5% ഓഫ് ട്രേഡ് റിസീവബിൾസ്. അലവൻസ് ഇൻക്രീസ് ചെയ്ത ശേഷം നമ്മൾ P&L കാണിക്കേണ്ട ഈ ഒരു എമൗണ്ട് എത്ര എമൗണ്ടാണ് P&L കാണിക്കേണ്ടത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഇറിക്കവറബിൾ ഡെപ്റ്റ് അലവൻസിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് എത്രയായിരുന്നു, 10 ആയിരുന്നല്ലേ ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ ഈ റിക്കവറബിൾ ഡെപ്റ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് എത്രയായിരുന്നു, 10 ആയിരുന്നു. ഇനി എത്രയാണ് ക്ലോസിങ്ങിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, 5% ഓഫ് ട്രേഡ് റിസീവബിൾസ് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രേഡ് റിസീവബിൾസിൻ്റെ വാല്യൂ എത്രയായിരുന്നു, ട്രേഡ് റിസീവബിൾസിൻ്റെ വാല്യൂ 320 ആയിരുന്നു. അപ്പോൾ 320യുടെ 5% ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 320യുടെ 5% എന്ന് പറയുമ്പോൾ എത്രയാണ്, നമുക്ക് 320യുടെ 5% എന്ന് പറയുമ്പോൾ 16,000 ആയിട്ടാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓപ്പണിംഗ് 10,000 ആയിരുന്നു, ക്ലോസിംഗ് 16,000 ആയി. സോ എത്രയാണ് ആക്ച്വൽ ഇൻക്രീസ് വന്നിട്ടുള്ളത്, ഒരു 6,000 ആണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, ഈ ഒരു അലവൻസിൽ ഇൻക്രീസ് വന്നിട്ടുള്ളത്. ഇൻക്രീസ് വന്ന എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, P&L ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ P&L നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്ന എമൗണ്ട് എത്രയായിരിക്കും, 6,000 ആണ്. 1,000 ഓൾറെഡി അവിടെ തന്നിട്ടുള്ളത് കൊണ്ട് 6 മാത്രം കാണിച്ചാൽ മതി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്, a plant is depreciated at 20% per annum using the reducing balance method and buildings are depreciated at 5% per annum on their original cost. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലാന്റ് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡിലും ബിൽഡിങ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലുമാണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. രണ്ടിനെയും റേറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഡിപ്രിസിയേഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്തായിട്ടാണ്, കോസ്റ്റ് ഓഫ് സെയിൽസ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബിൽഡിംഗ് പ്ലാന്റ് ഡിപ്രിസിയേഷൻ്റെ ജേണൽ എൻട്രി സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോർമൽ കേസിൽ നമ്മുടെ ഈ ഒരു ഡിപ്രിസിയേഷൻ എൻട്രി എന്തായിരിക്കും, ഡിപ്രിസിയേഷൻ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതുപോലെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ ഡിപ്രിസിയേഷൻ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിലായിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് ഓഫ് സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാം. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഏതായിരിക്കും, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. പ്ലാന്റിൻ്റെയും ബിൽഡിങ്ങിൻ്റെയും അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് പകരം കോസ്റ്റ് ഓഫ് സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് അക്കൗണ്ടിൽ എന്താണ്, നോ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ആണ്. ബിൽഡിംഗ് അറ്റ് കോസ്റ്റ് നോ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ആണ്. പ്ലാന്റ് അറ്റ് കോസ്റ്റ് നോ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ആണ്. ഇനി ആ ഒരു ഡിപ്രിസിയേഷൻ ചാർജിൻ്റെ എമൗണ്ട് കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എമൗണ്ട് കൂടെ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിപ്രിസിയേഷൻ എമൗണ്ട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിപ്രിസിയേഷൻ ഫസ്റ്റ് നമുക്ക് പ്ലാന്റിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാം. പ്ലാന്റിൻ്റെ ഡിപ്രിസിയേഷൻ നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, പ്ലാന്റിൻ്റെ ഡിപ്രിസിയേഷൻ 20% ആണ്. ഏത് മെത്തേഡാണ്, റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡാണ്. 20% റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡാണ് നമുക്ക് വരുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ കോസ്റ്റ് എത്രയാണ് വരുന്നത്, കോസ്റ്റ് പ്രൈസ് നമുക്ക് വരുന്നത് പ്ലാന്റഡ് കോസ്റ്റ് 220 ആണ്. 220ൽ നിന്നും അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ, ഇതുവരെയുള്ള ഡിപ്രിസിയേഷൻ കുറയ്ക്കുക. ഇതുവരെയുള്ള പ്ലാന്റിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എത്രയാണ്, 110 ആണ്. അപ്പോൾ ബാക്കി ക്യാരിയിങ് എമൗണ്ട് എത്ര വരും, 110 ആണ്. ഇതിൻ്റെ 20% ആയിരിക്കും നമുക്ക് എന്ത് വരിക, ഡിപ്രിസിയേഷൻ വരിക. അപ്പോൾ 110 × 20% ഡിപ്രിസിയേഷൻ എത്ര വന്നു, 22,000 ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്, ഡിപ്രിസിയേഷൻ വരുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ ഡിപ്രിസിയേഷൻ എത്രയാണ്, 22 ആണ് നമുക്ക് എന്ത് വരുന്നത്, ഡിപ്രിസിയേഷൻ വരുന്നത്. ദെൻ നെക്സ്റ്റ്
ബിൽഡിങ്ങിൻ്റെ കൂടിയുണ്ട്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ബിൽഡിങ്ങിൻ്റെ ഡിപ്രിസിയേഷൻ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. അത് എത്രയാണ്? 5% ആണ് നമുക്ക് പെർ ആനം ഡിപ്രിസിയേഷൻ വരുന്നത്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് നമുക്ക് എത്രയാണ് വരുന്നത്? ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് 740 ആണ്. അപ്പോൾ അതിൻ്റെ 5% എന്ന് പറയുമ്പോൾ എത്രയാണ്? 37,000 ആണിത് നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഡിപ്രിസിയേഷൻ വരുന്നത്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഡിപ്രിസിയേഷൻ 37,000ഉം പ്ലാന്റിൻ്റെ 22,000 ആണ് നമുക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Task 4. Closing inventory has been counted and is valued at 75,000. Ignoring the depreciation charge calculated earlier, what is the cost of sales for the year? അപ്പോൾ നമ്മുടെ അടുത്ത് കോസ്റ്റ് ഓഫ് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് സബ് ക്വസ്റ്റ്യനിൽ നമ്മുടെ ഡിപ്രിസിയേഷൻ കോസ്റ്റ് ഓഫ് സെയിൽ ആയിട്ട് എടുത്തായിരുന്നു. അതിവിടെ കൺസിഡർ ചെയ്യേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് ഇൻവെൻറ്ററി നമുക്ക് വാല്യൂ ചെയ്തിരിക്കുന്നത് 75,000 ആണ്. ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? കോസ്റ്റ് ഓഫ് സെയിലാണ്. കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പണിംഗ് ഇൻവെൻറ്ററിയുടെ കൂടെ പർച്ചേസ് ആഡ് ചെയ്യുന്നു, അതിൽ നിന്നും എന്ത് ചെയ്യുന്നു? ക്ലോസിംഗ് ഇൻവെൻറ്ററി ലെസ് ചെയ്യുന്നതാണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ ഓപ്പണിംഗ് ഇൻവെൻറ്ററി എത്രയാണ് വരുന്നത്? ഓപ്പണിംഗ് ഇൻവെൻറ്ററി അറ്റ് 1st November 26 എത്ര തന്നിട്ടുണ്ട്? 160 ആണ് നമ്മുടെ ഓപ്പണിംഗ് ഇൻവെൻറ്ററി തന്നിരിക്കുന്നത്. അപ്പോൾ 160,000 ഓപ്പണിംഗ് ഇൻവെൻറ്ററി പ്ലസ് നമ്മുടെ പർച്ചേസ് എത്രയാണ് നമുക്ക് വരുന്നത്? നെറ്റ് പർച്ചേസ് 1,140 ആണ്. 1,140 അതിൽ നിന്ന് ക്ലോസിംഗ് ഇൻവെൻറ്ററി എത്രയാണ്? 75,000 ലെസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയായിരിക്കും വരാം? 160 പ്ലസ് 1140 മൈനസ് 75 എത്ര വന്നു? 1,225 ആണ് നമുക്ക് എന്ത് വരുന്നത്? കോസ്റ്റ് ഓഫ് സെയിൽസ് വരുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ്? 1,225 ആണെന്ത് കോസ്റ്റ് ഓഫ് സെയിൽസ് വരുന്നത്. ദെൻ നമ്മുടെ ലാസ്റ്റ് സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടാസ്ക് 5 ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. ആൻ ഇൻവോയ്സ് ഓഫ് $15,000 ഫോർ എനർജി കോസ്റ്റ് റിലേറ്റിംഗ് ടു ദ ക്വാർട്ടർ എൻറ്റഡ് 30th November 27 വാസ് റിസീവ്ഡ് ഓൺ 2nd December 27. എനർജി കോസ്റ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. അപ്പോൾ നമുക്ക് ക്വാർട്ടർ വൈസ് ആണ് ഇവിടെ എനർജി കോസ്റ്റ് വരുന്നത്. 30th November എൻഡ് ചെയ്യുന്ന ക്വാർട്ടറിൽ എനർജി കോസ്റ്റ് വരുന്നത് 15,000 ആണ്. ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആ ഒരു 3 months നമുക്ക് എനർജി കോസ്റ്റ് 15,000 ആണ്. അത് റിസീവ് ചെയ്യുന്നത് എന്നാണ്? December 27 ആണ്. അപ്പോൾ ഒക്ടോബറിൽ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്തുണ്ട്? ഒരു അക്രൂഡ് എക്സ്പെൻസ് ഉണ്ട്. എനർജി കോസ്റ്റ് ഡ്യൂ ആയി, പക്ഷേ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല. എത്ര മന്ത്സിലെ എനർജി കോസ്റ്റ് ഡ്യൂ ആയി? 3 monthsലെയാണ് 15,000 നവംബർ വരെയുള്ളത്. പക്ഷേ ഡ്യൂ ആകുന്നത് ഏത് മന്തിലെയാണ്? സെപ്റ്റംബർ, ഒക്ടോബർ ആണ്. കാരണം ഒക്ടോബറിൽ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? 2 monthsലെ ഈ ഒരു അക്രൂഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയായിരിക്കും വരുന്നത്? 2 monthsലെ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? 15,000 ഇൻറ്റു 2/3 നമുക്ക് എത്രയായിരിക്കും വരുന്നത്? 10,000 ആണ് നമുക്ക് എന്ത് വരുന്നത്? നമ്മുടെ ഈ ഒരു അക്രൂഡ് എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിൾ എൻട്രി എന്തായിരിക്കും നമുക്ക് വരുന്നത്? ഡബിൾ എൻട്രി എന്താണ്? ഈ ഒരു എനർജി കോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് നമുക്ക് ഡെബിറ്റ് ചെയ്യാം. അക്രൂഡ് എക്സ്പെൻസ് എന്താണ്? നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. സോ അക്രൂവൽ ക്രെഡിറ്റ് ചെയ്യുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുന്നു. എമൗണ്ട് എത്രയാണ്? ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 10,000 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തു? ആൻസർ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ പ്രോഗ്രസ് ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? അതുപോലെ നമ്മൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഫ്ലാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് റിവ്യൂ ചെയ്ത ശേഷം എക്സാം ഫിനിഷ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അവിടെ നിങ്ങളുടെ മാർക്സ് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ FAയുടെ സ്പെസിമെൻ എക്സാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റിൽ പറയുക. അതുപോലെ നിങ്ങൾ സെൽഫായിട്ടൊന്ന് കയറി അറ്റൻഡ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മുടെ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ആൻസറും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ അതിൻ്റെ ആൻസർ PDF അവൈലബിൾ ആയിരിക്കും. അതും നിങ്ങൾ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള ക്ലാസ്സസ് ഏതെങ്കിലും ടോപ്പിക് വൈസ്
ക്ലാസ്സസ് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് വേണമെങ്കിൽ നമ്മുടെ കമൻറ്റിൽ പറയുക. യൂസ്ഫുൾ ആയിട്ടുള്ള ACCA ക്ലാസ്സസിനും അപ്ഡേറ്റ്സിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലെ ഒരുപാട് ക്ലാസ്സസും വീഡിയോസും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിനൂടെ ഈ ഒരു പേജ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ.